അനുയായികളും കൂടെ അവിടെ വരും. അവിടുന്ന് ഒരു ചോദ്യോത്തരുണ്ട്. സൂറത്ത് മാഇദയിലെ 116 ആയത്ത് നോക്കിയാൽ കാണാം. അതാണ് ഈ ആ വമ്പിച്ച മഹത്തായ ആ ദിവസത്തിന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രവാചകനെ സാക്ഷിയാക്കി കൊണ്ടുവരോട് സംസാരിക്കുകയാണ്. എന്നാൽ ലോക ജനതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ക്രിസ്ത്യൻ വിഭാഗം ആളുകളും ഈസാ നബി കൊണ്ട് അവിടെ വരും. എന്നിട്ട് ഓരോ മുന്നിൽ ഒരു ചോദ്യം ഉണ്ട് അള്ളാഹുവരോട്. സൂറത്ത് മാഇദയിലെ 116 ആയത്ത് മുതൽ 120 വരെ നോക്കിയാൽ കാണാം. അത് ചോദിക്കുന്നുണ്ട്, ഈസ, നീ നിന്റെ ആൾക്കാരോട് നിന്നെയും നിന്റെ ഉമ്മാനെയും ആരാധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കണ്. വരെ മുമ്പ് അള്ളാഹ് അറിയാത്തോണ്ടല്ല ചോദിക്കണേ, പിന്നെ എന്തിനാ? ഈ അനുയായികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവാണ്, ഈസാ നബിയാണ് ദൈവമെന്നും ദൈവപുത്രനെന്നും ത്രിമൂർത്തികളിൽ ഒരാളാണെന്നൊക്കെ എല്ലാവരും വാദിക്കണം. കക്ഷികൾ പല കക്ഷികളാണ് അവരിൽ. നമുക്കറിയില്ല, പ്രൊട്ടസ്റ്റന്റ് മറ്റു പല ടീമുണ്ട് അവരിൽ. അപ്പോ ആ ടീമിനെ മുന്നിൽ നിർത്തിയിട്ടാണ് ഈസാ നബിനോടുള്ള ചോദ്യം. ഈസാ, നീ നിന്റെ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞിരുന്നോ? നിന്നെ ആരാധിക്കാനും നിന്റെ ഉമ്മാനെ ആരാധിക്കാനൊക്കെ പറഞ്ഞിരുന്നോ? ഒന്ന് എടുത്തോക്കി. സൂറത്ത് മാഇദയിലെ 116 ആയത്ത് എടുത്തോക്കി, ഒന്ന് മനസ്സിലാവും പെട്ടെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി എന്താ പറഞ്ഞ വെച്ചാല്, ഈസാ നബി പറയാണ്, ഞാന് നിന്നെ ആരാധിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ അവരിൽ നിന്ന് പോന്നതിന് ശേഷം, എന്നെ ഉയർത്തപ്പെട്ടതിന് ശേഷം അവര് എന്താണ് പരസ്പരം പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈസാ നബിന്റെ മറുപടി പറയുന്നത്. അപ്പൊ അവിടെ നിർത്തുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഭയങ്കര ദിവസം, ഈ മഹത്തായ ദിവസത്തിന്റെ ആ എല്ലാ ആളുകളും സാക്ഷിയാക്കി കൊണ്ടുവരുന്ന ആ ദിവസം ഇവർക്ക് വമ്പിച്ച നഷ്ടമാണെന്നാണ് പറഞ്ഞത്. ഈ കാഫറുകൾക്ക്, ഈ കക്ഷിയായി ഭിന്നിച്ച ആളുകൾ, ഈസാ നബി ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും ത്രിമൂർത്തികളിൽ ഒരാളെന്ന് പറഞ്ഞ വ്യത്യസ്ത ടീമിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ക്ലിയർ അല്ലേ? അതിന്റെ വിശദീകരണമായിട്ട് നോക്കാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ലഖദ് കഫറ അല്ലദീന ഖാലു, സൂറത്ത് മാഇദ, ഇന്നല്ലാഹ സാലിസു സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ് വഇല്ലം യൻതഹു അമ്മാ യഖൂലൂൻ ല യമസ്സന്ന അല്ലദീന കഫറു മിൻഹും അദാബുൻ അലീം. മാഇദയിലെ 73 ആയത്താണ്. 3-ൽ 3-ാമനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ആൾക്കാർ അവിശ്വസിച്ചിട്ടുണ്ട്. ലഖദ് കഫറ അല്ലദീന ഖാലു, അങ്ങനെ പറഞ്ഞ ആൾക്കാർ. ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു 3-ൽ 3-ാമത്തവനാണ്. കാരണം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള തിയറി, അതാണ് ഒന്ന് പറഞ്ഞത്. സൂറത്ത് മാഇദയിൽ തന്നെ കുറെ പറയുന്നുണ്ട്. ഇതും മാഇദ തന്നെയാണ്. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹു വൽ മസീഹ് ഇബ്നു മറിയം. ഇതൊന്ന് വേറെ രൂപത്തിലാണ് പറഞ്ഞത്. അള്ളാഹു ഈസാ നബിയാണെന്ന് പറഞ്ഞ ആൾക്കാർ അവിശ്വസിച്ചിട്ടുണ്ട്. നറുവക്കാലിൽ മസീഹു യാ ബനി ഇസ്രായേൽ, യഥാർത്ഥത്തിൽ ഈസാ നബി പറഞ്ഞത് അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബുക്കും എന്നാണ്. ഈസാ നബി ശരിക്കും പറഞ്ഞെന്താ? എന്റെയും നിങ്ങളുടെയും രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. പക്ഷെ അവരെ കൂട്ടത്തിൽ കാഫറുകള്, അവിശ്വസിച്ചവർ എന്താ പറഞ്ഞത് അറിയോ? എന്താ പറഞ്ഞത്? ഇന്നല്ലാഹു വൽ മസീഹു ഇബ്നു മറിയം, അള്ളാഹു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്, ദൈവമാണ്. ഈസാ നബി എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്ന് പറഞ്ഞ ആൾക്കാർ കാഫറുകളാണെന്നാ പറഞ്ഞത്. കഫർ അല്ലദീന ഖാലു. എന്നിട്ട് പറഞ്ഞത് വഖാലൽ മസീഹു, മസീഹ് എന്താ പറഞ്ഞത്? ഈസാ നബി എന്താ പറഞ്ഞത്? യാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലരെ, അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഈ ലാസ്റ്റ് ഭാഗം പ്രത്യേകിച്ച് ഒന്ന് ഓർമ്മിച്ച് വെക്കുക, അത് കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ആരെങ്കിലും അള്ളാഹുൽ ശിർക്ക് വെച്ചാൽ അവന് സ്വർഗം അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധാക്കിയിട്ടുണ്ട്. വമഅ്വാഹുൻ നാർ, അവൻ നരകത്തിലെ അഭയം, അവന് നരകത്തിലാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് ഒരു സഹായം ഇല്ല. ഇവിടെ അക്രമി ആരാ? ഇവിടെ എന്താ അക്രമം ഇയാൾ ചെയ്ത്? അള്ളാഹുൽ പങ്കു ചേർത്തു എന്നുള്ളത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. കേട്ടില്ലേ? ലുഖ്മാൻ അലൈഹി സ്വലാം തന്റെ മകനെ ഉപദേശിച്ചപ്പോ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, മോനെ നീ അള്ളാഹുൽ ശിർക്ക് വെക്കരുത്. ഏറ്റവും വലിയ അക്രമം എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം. ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ഒരു ആളെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അയാൾ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം ദീനിന്റെ വീക്ഷണത്തിൽ അയാൾ ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുൽ പങ്കാളികളെ ആക്കണതാണ് ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അതിന്റെ താഴത്താണ്. അപ്പൊ അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആരെങ്കിലും അള്ളാഹുൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധാണെന്നാണ്. സ്വർഗം ഹറാമാണ്. ശിർക്കിലൂടെയാണ് ഒരാൾ മരിച്ചു പോണതെങ്കിൽ അയാൾക്ക് സ്വർഗം ഹറാമാണ്. അയാളെ വാസം, അയാളെ അഭയസ്ഥലം
നരകയിരിക്കും. ഒമാലിൻ മിൻ അൻസാർ, അവർക്കൊരു സഹായം ഇല്ല എന്നാണ് വിശദീകരിക്കുന്നത്. യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും, വേദക്കാരെ നിങ്ങളെ മതത്തിൽ അതിര് കവിയരുത്. മതത്തിൽ നിങ്ങൾ അതിര് കവിയരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിനെപ്പറ്റി. റസൂൽ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാറ ഈസ ഇബ്നു മറിയം വാന അബ്ദുള്ള, ഞാൻ അള്ളാന്റെ അടിമയാണ്, റസൂലുഹു. വിശ്വാസികളെ, ക്രിസ്ത്യാനികൾ ഈസാ നബിയെ ഉയർത്തിയതുപോലെ, അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. വിശ്വാസികളെ, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഈസാ നബിയെ അമിതമായി പുകഴ്ത്തിയ പോലെ എന്നെ പുകഴ്ത്തരുത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളെ മതത്തിൽ നിങ്ങൾ അതിരുവിട്ടു പോയത്. മനുഷ്യനായ പ്രവാചകനെ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി എന്നുള്ളതാണ് അവർ അതിരുവിട്ടത്. നിങ്ങൾ അങ്ങനെ ആക്കരുത്. ഈസാ നബിയെ നബിന്റെ സ്ഥാനത്ത് നിന്ന് ഉയർത്തി ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് കയറ്റി എന്നുള്ളതാണ് അവർ ചെയ്ത പണി. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. വലാ തഖുലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അള്ളാഹിന്റെ പേരിൽ ഹക്കല്ലാത്ത പറയുകയും ചെയ്യരുത്. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വ കലിമത്തുഹു, ഈസാ നബി ആരാണ്? അള്ളാഹുവിന്റെ റസൂലും അവന്റെ വചനവുമാണ്. അൽക്കാഹ ഇലാ മറിയം വറൂഹു മിൻഹു, മറിയമിലേക്ക് ഇട്ടുകൊടുത്ത അവന്റെ വചനാണ്. വറൂഹു മിൻഹു, അവനിൽ നിന്നുള്ള ആത്മാവുമാണ്. ഫാമിനു ബില്ലാഹി വ റസൂലിഹി വലാ തഖൂലു സലാസത്തു, നിങ്ങൾ മൂന്നാളാണ് എന്ന് പറയരുത്. ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ത്രിമൂർത്തി ഉണ്ടല്ലോ, അത് നിങ്ങൾ പറയരുത്. സലാസത്ത് പറയരുത്. ഇൻതഹു ഖൈറുലക്കും, നിങ്ങൾ വിരമിക്കലാണ് നല്ലത്. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, അള്ളാഹു എന്ന് പറഞ്ഞ ഒറ്റ ആളാണ്. സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. അൻ യകൂന ലഹു വലദുൻ ലഹു, അവനൊരു കുട്ടി ഉണ്ടാകുക എന്നുള്ളതിനൊക്കെ അവൻ പരിശുദ്ധനാണ്. മാഫി സമാവാതി വമാഫിൽ അർളി വകഫാ ബില്ലാഹി വക്കീല. അപ്പൊ ഈ ആയത്തുകളൊക്കെ കുറിക്കണം എന്താ വെച്ചാൽ, അള്ളാഹു എന്ന് പറഞ്ഞാൽ ഏകനാണ്. അവന്റെ കൂടെ വേറെ ടീമില്ല, ടീം വർക്ക് അല്ല അത്. മൂന്നാൾ കൂടിയ ടീം വർക്ക്, രണ്ടാൾ കൂടിയ ടീം വർക്ക്, അങ്ങനത്തെ അല്ല. ഒറ്റയാണ് അവന് പങ്കാളികളില്ല, അവന് പുത്രനില്ല, അവന് പാപ്പല്ല, അവന് കുട്ടിയില്ല, അവന് ഭാര്യ ഇല്ല, അവന് മക്കളില്ല. ഒന്നായിട്ടുള്ള ഒരു സാധാരണഗതിയിൽ തലമുറ നിൽക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്ന പണിയാണ് കല്യാണം കഴിച്ചിട്ട് മക്കള് അനന്തരാവകാശികൾ ഉണ്ടാവുന്നത്. ഇത് പഠിച്ചവനെ സംബന്ധിച്ച് എന്താ, ആദ്യം അന്ത്യം ഇല്ല, പിന്നെ ഇതിന്റെ ആവശ്യമില്ല. പലപ്പോഴും ആളുകള് മക്കള് കല്യാണം കഴിച്ച് മക്കളില്ലാതെ പോകുമ്പോൾ ബേജാറാണ്. എന്തുകൊണ്ടാ? തലമുറ നശിച്ചു എന്നുള്ളതുകൊണ്ടാണ്, അല്ലെ? ആ തലമുറ നശിച്ചു എന്നുള്ള പേടി കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. കാരണം എന്താണ്? അള്ളാഹ് മരിക്കൂല. അള്ളാഹ് ആദ്യവും അന്ത്യവും ഇല്ലാത്തവനാണ്. അള്ളാഹ് എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹ്ക്ക് അങ്ങനെ മക്കൾ ഉണ്ടാവുക എന്നുള്ളതോ അല്ലെങ്കിൽ ഭർത്താവുക എന്നുള്ളതോ ഭാര്യയാവുക എന്നുള്ളതോ അങ്ങനെ ഒരു സംഗതി അള്ളാഹിനെ സംബന്ധിച്ചില്ല. അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹു സ്വതന്ത്രനാണ്, അള്ളാഹു ഒന്നാണ്. അതാണ് കലിമത്തു തൗഹീദ് എന്ന് പറയുന്നത്. ഒറ്റയാക്കുന്ന കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അസ്മിഉ ബിഹിം വ അബ്സിർ, അവർക്ക് എന്തൊരു കേൾവിയും എന്തൊരു കാഴ്ചയായിരിക്കും. എന്തൊരു എന്നുള്ള അത്ഭുതത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. നിങ്ങൾ മുമ്പ് വേറൊരു പദം പഠിച്ചിട്ടുണ്ട്, മാ അജ്മല എന്നുള്ള ടൈപ്പ്. മാ അഫ്അല, അഫ്ഇൽ ബിഹി, രണ്ട് ടൈപ്പാണ് അത്ഭുതത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ. മാ അഫ്അല, മാ അജ്മല. ഉദാഹരണം, മാ അജ്മല, എന്തൊരു ഭംഗി എന്നുള്ളതിന് മാ അജ്മല എന്ന് പറയാം. മാ അജ്മല, അത് അത്ഭുതം കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. അതുപോലെ തന്നെ അഫ്ഇൽ ബിഹി എന്നുള്ള രണ്ടാമത്തെ ടൈപ്പ്, അതിന്റെ ഉദാഹരണമാണ് ഇവിടെ. അസ്മിഉ ബിഹിം വ അബ്സിർ, എന്തൊരു കേൾവിയും എന്തൊരു കാഴ്ചയായിരിക്കും അവർക്ക്. യൗമ യഅ്തൂനനാ, നമ്മുടെ അടുത്ത് വരുന്ന ദിവസം. പരലോകത്ത് വരുമ്പോഴേ അള്ളാന്റെ അടുത്ത് വരുമ്പോൾ ഭയങ്കര കേൾവിയും ഭയങ്കര കാഴ്ച, പെട്ടെന്ന് കാര്യമൊക്കെ അവർക്ക് മനസ്സിലാവും. ദുനിയാവിൽ ജീവിക്കും അവർക്ക് മനസ്സിലാവില്ല. ഈ ദീനിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ദുനിയാവ് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ദുനിയാവിലെ ബിസിനസ്സോ ദുനിയാവിലെ സംഗതിയോ ദുനിയാവിലെ മറ്റു കാര്യങ്ങളോ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതിൽ ആവേശം ഉണ്ടാവും. മറ്റത് പറയുമ്പോൾ അവർക്ക് തിരിയില്ല, മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ മൂല്യന്മാരെ ഏൽപ്പിക്കുന്നത്. നമുക്കിതൊന്നും ആലോചിക്കാനും പഠിക്കാനും സമയമില്ല. ഞങ്ങളിത് മൂല്യന്മാര് ഓല് പഠിക്കട്ടെ, എന്നിട്ട് നമ്മൾ മൂല്യന്മാരോട് ചോദിക്കുക. എന്നാ പിന്നെ മൂല്യന്മാര് ഏതായാലും അതിന്റെ പരിപാടിന്റെ ആൾക്കാരാണ്, ഓല അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വെക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, ഓലോട് ചോദിക്കുക. അപ്പൊ നമുക്ക് പണിയൊന്നുമില്ല, നമുക്ക് ഇവിടെ ദുനിയാവും പരിപാടിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോവാ. ഓല് പിന്നെ ഏതായാലും ആഹാര തൊഴിലാളി യൂണിയനാണല്ലോ മറ്റൊരു. അപ്പൊ ഓലൊക്കെ പഠിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞിട്ടെന്നാണ് നമ്മൾ വിചാരിക്കണത്, അല്ലേ? ഇത് ഇവിടുന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പരലോകത്തെത്തുമ്പോ അള്ളാഹു പറയാണ് അസ്മിഉ ബിഹിം വ അബ്സിർ, എന്തൊരു കേൾവി എന്തൊരു കാഴ്ചയായിരിക്കും ആൾക്കാർക്ക്. യൗമ യഅ്തൂനനാ, നമ്മുടെ അടുത്ത് വരുന്ന ദിവസം. ലാകിനിൽ ളാലിമൂന, പക്ഷേ അക്രമികൾ
അല്യവും ഇന്ന് ഫി ലലാലി മുബീൻ, വ്യക്തമായ വഴികളിലാണ്. അക്രമികൾ ഇന്ന് വ്യക്തമായ വഴികളിലാണ്. ഇന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല, പരലോകത്തുനിന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം കിട്ടുന്നില്ല. കിട്ടേണ്ടി എവിടുന്നാണ്? ദുനിയാവുന്നാണ്. ദുനിയാവുന്നവർക്ക് കേൾക്കാനോ, നമ്മള് സൂറത്തുൽ മുൽക്കിലായത്തില്ലേ, അലം യഅ്തികും നദീർ, ഓർമ്മണ്ടോ? പരലോകത്ത് നരകത്തില് 70 ഇരട്ടി ചൂടുള്ള തീയില് ഓരോ കൂട്ടം ആളുകളെ, നരകത്തിലേക്ക് വിധിക്കപ്പെട്ട ആളുകളെ കൊണ്ടുവരികയാണ്. അവരെ കൊണ്ടുവന്നിട്ട് അവിടെ നരകത്തിന്റെ വക്കിലാണ് നിർത്തുക. നരകത്തേക്ക് എറിയാൻ വേണ്ടി പോവാണ് അവരെ. നരകത്തേക്ക് എറിയാൻ വേണ്ടി പോകുമ്പോ ഓരോട് ചോദ്യമുണ്ട്, നരകത്തെ കാക്കണ മലക്കൾ. എന്താ ചോദ്യം എന്നറിയോ? അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലായിരുന്നു എന്നാണ്. ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ, ഇങ്ങനെ ഒരു നരകമുണ്ട്, ഇങ്ങനെ ഒരു തീയുണ്ട്, ഇങ്ങനെ ഒരു ദിവസമുണ്ട്, ഇവിടെ വിചാരണ നടത്തപ്പെടുന്നൊന്നും നിങ്ങളോട് ആരും പറഞ്ഞു തന്നില്ലായിരുന്നു എന്ന് ചോദിക്കണവരോട്. അലം യഅ്തികും നദീർ ഖാലു ബലാ ഖദ് ജാഅനാ നദീർ. അവർ നിഷേധിക്കൂല, ആ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു, പക്ഷേ ലൗ കുന്നാ നസ്മഉ, വേണ്ട മാതിരി ഞങ്ങൾ കേട്ടില്ല, ഔ നഅഖിലു, ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചില്ല, മാ കുന്നാ ഫി അസ്ഹാബി സഈർ, അങ്ങനെ ഞങ്ങൾ ഈ നരകത്ത് പെടുകയിരുന്നില്ല. ദുനിയാവിൽ ജീവിക്കുമ്പോൾ വേണ്ട മാതിരി ചിന്തിക്കുകയും വേണ്ട മാതിരി കേൾക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിന് സമയം കണ്ടെത്തിയില്ല. ഞങ്ങളിങ്ങനെ കേട്ടിരുന്നു കാര്യങ്ങളൊക്കെ, അവിടെയും ഇവിടെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഖുർആൻ ക്ലാസ് ഒക്കെ അവിടെ ഉണ്ട്, ദീൻ പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാമിക പ്രഭാഷണം ഉണ്ട്, ഇതൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കാനും അതിന് സമയം കൊടുക്കാനും അതിനെപ്പറ്റി ആലോചിക്കാനും നമുക്ക് ടൈം കിട്ടിയില്ല. അതാണ് ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, ഞങ്ങളത് ശരിക്കൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബി സഈർ ഫഅ്തറഫു ബിദംബിഹിം, പിന്നെ പറഞ്ഞത് അവരെ കുറ്റത്തെ സംബന്ധിച്ച് അവർ അംഗീകരിക്കുന്ന, ആദ്യം ആങ്ക് കിട്ടേണ്ടി തന്നെയാണ് എന്ന് അവർ അംഗീകരിക്കും പരലോകത്തുനിന്ന്. അതുകൊണ്ട് എന്താ കാര്യം? പരലോകത്തുനിന്ന് അംഗീകരിച്ചിട്ട് കാര്യമില്ലല്ലോ. പരലോകത്തുനിന്ന് ദുനിയാവിലേക്ക് ഒരു റിട്ടേൺ ഇല്ല, ഒരു മടക്കമില്ല. മടക്കണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടെ നന്നാകായിരുന്നു, ഒരു ചാൻസ് വേറില്ല. അതാണ് പറയുന്നത്. ഒന്നുകൂടെ ഓതിയായത് അസ്മിഉ ബിഹിം വ അബ്സിർ, അവർക്ക് എന്തൊരു കേൾവിയും എന്തൊരു കാഴ്ചയായിരിക്കും പരലോകത്ത് വരുമ്പോ. നന്നായിട്ട് അവർ കേൾക്കും, നന്നായിട്ട് അവർ കാണും. യൗമ യഅ്തൂനനാ, യൗമ ദിവസം, യഅ്തൂനനാ, അവർ യഅ്തൂന, യഅ്തു അതാ യഅ്തി, യഅ്തൂന അവർ വരുന്നു, നന ഞങ്ങളടുത്ത്, നമ്മളടുത്ത്. അല്ലാഹ് പറയാണ്, നമ്മളടുത്ത് അവർ വരുന്ന ദിവസം അവർക്ക് എന്തൊരു കേൾവി എന്തൊരു കാഴ്ചയായിരിക്കും. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടവർക്ക്, പെട്ടെന്ന് കാര്യം അംഗീകരിക്കേണ്ടവർക്ക്. ലാക്കിന്നല്ലാലിമൂന, പക്ഷേ അക്രമികൾ, അല്യവും ഇന്ന് എന്ന് പറഞ്ഞാൽ പരലോകത്തിന്റെ ദിവസം പറഞ്ഞത്, ഫീ ലലാലി മുബീൻ, വ്യക്തമായ വഴികേടിലായിരിക്കുന്നതാണ്. പരലോകത്ത് ഈ ആളുകൾ വരുമ്പോൾ അവർ വ്യക്തമായ വഴികേടിലാണ് പെടുക എന്നാണ്. അത് നബി ഒരിക്കൽ ഓതിയ ആയത്ത്, അസ്മിഉ ബിഹിം വ അബ്സിർ എന്നുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഓതിയ ഹദീസ് ഒന്ന് പറഞ്ഞുതരാം, സന്ദർഭം. പരലോകത്ത് മരണത്തെ ഒരാടിന്റെ കോലത്തിൽ കൊണ്ടുവരും, ഒരാടിന്റെ കോലത്തിൽ മരണത്തെ കൊണ്ടുവരും. എന്നിട്ട് നബി വിളിക്കും, സ്വർഗക്കാരെ എന്ന് വിളിക്കും. അള്ളാഹു മലക്കള്, നബി അല്ല, മലക്കൾ വിരിക്കും അവരെ, സ്വർഗത്തിന്റെ ആളുകളെ എന്ന് വിളിക്കുക, അഹ്ലൽ ജന്ന. അപ്പൊ അവരിങ്ങനെ ഏന്തി വെക്കും. ഹൽ താരിഫൂന ഹദ, ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും, അതെ ഇത് മരണാണെന്ന് പറയും. കുല്ലുഹും ഖദ് റആഹു, എല്ലാവരും അത് കണ്ടിട്ടുണ്ട്, ഇത് മരണാണെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അള്ളാഹു നരകക്കാരെ എന്ന് വിളിക്കും, വാ യാ അഹ്ലൻ നാർ, നരകക്കാരെ എന്ന് വിളിക്കും. എന്നിട്ട് ചോദിക്കും, ഇതെന്താ മനസ്സിലായോ? ഇത് മരണാണ്. ഫയുദ്ബഹ്, അതിനങ്ങനെ അറുക്കും, ആ മരണത്തെ അറുക്കും. അവരെ മുന്നിൽ വെച്ചിട്ട് സ്വർഗക്കാരും വിളിച്ചു, നരകക്കാരും വിളിച്ചു, രണ്ടു കൂട്ടരും വിളിച്ചിട്ട് ഇതിനെ കാണിച്ചു കൊടുത്തു, ഇത് മനസ്സിലായി നിങ്ങൾക്ക് എന്താന്ന്, ഇതാണ് മരണം. എന്നിട്ട് അവിടെ അറുക്കാണ്, ആ ആടിനെ കൊലത്തുള്ള മരണത്തെ അറുക്കാണ്. എന്നിട്ട് പറഞ്ഞു മരണം അറുത്തു, എന്നിട്ട് മരണത്തെ അറുത്തു പറഞ്ഞാൽ മരണം ഉണ്ടാവില്ല, മരണത്തിന് അറുത്ത് റെഡിയാക്കി. എന്നിട്ട് പറയും, സ്വർഗക്കാരെ നിങ്ങൾക്ക് ഇനി മരണമില്ല, നരകക്കാരെ നിങ്ങൾക്കും മരണമില്ല, ഇനി മരണം ഉണ്ടാവില്ല. പരലോകത്തുനിന്ന് ഒരാളെ ജീവിതത്തിൽ ഒരു മരണേ ഉണ്ടാവുള്ളൂ. അയാൾ മരിച്ചു, ദുനിയാവെന്ന് മരിച്ചു, പരലോകത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യൻ, അവൻ സ്വർഗാവകാശിയാണെങ്കിലും നരകാവകാശിയാണെങ്കിലും പിന്നെ അവൻ മരിക്കണ പ്രശ്നമില്ല. മരണം എന്ന് പറഞ്ഞ സംഗതി പിന്നെ ഇല്ല. എല്ലാ ആളുകളും യുവാക്കളും യുവതികളും ആയിരിക്കും, വയസ്സെന്ന ആൾക്കാർ അതിലുണ്ടാവില്ല. പരലോകത്ത് വയസ്സെന്ന ആളുകൾ ഉണ്ടാവില്ല, യുവതികളും യുവാക്കളും ആയിരിക്കും എല്ലാവരും. അവിടെ മരണം ഉണ്ടാവില്ല. ലാ യമൂതു ഫിഹാ വലാ യഹ്യ എന്ന് കിട്ടണോടോ, എവിടെ
ഓക്കെ. എവിടെ യാസീനില് ദായമൂത്ത് ഫിഹാ വലാ യഹ്യ, ശരിയാ. അത് സൂറത്തുൽ ലൈൽ ഓതിയിട്ട് ളുഹയിൽ അവസാനിക്കുന്ന ആൾക്കാരുണ്ട്, പല സൂറത്ത് ഓതിയിട്ട് പലയിലും അവസാനിക്കുന്ന ആൾക്കാരുണ്ട്, ചിലത് അവസാനിക്കാത്ത ആൾക്കാരുണ്ട്. കുല്യാൽ കഫർ ഓതിയവൽ പിന്നെ അവസാനിക്കലും ഇല്ല, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, അങ്ങനെ അങ്ങനെ. ഇതെവിടെ യാസീനില്ലേ? ലാ യമൂത്തു ഫിഹാ വലാ യഹ്യ. സബ്ബി ഇസ്മയിലുള്ളത്, സബ്ബി ഇസ്മയിൽ. വെള്ളിയാഴ്ച പള്ളിക്കെങ്കിലും ഒന്ന് പോയി നോക്കണം. വെള്ളിയാഴ്ച സബ്ബി ഇസ്മ സൂറത്തുൽ ആയാലും സൂറത്തുൽ ഹാശി ഓതലും സുന്നത്താ, മനസ്സിലായില്ലേ? വെള്ളിയാഴ്ച. ഓക്കെ. ഇവിടെ പിന്നെ സബ്ബി ഇസ്മൊക്കെ കുറച്ച് കുറവാ. ഇവിടെ സബ്ബി ഇസ്മി എല്ലാത്താക്കി കുറച്ച് കുറവ്. നാട്ടില് മിക്കവാറും പള്ളിയിലൊക്കെ അല്ലെങ്കിൽ ഫുള്ളിലിങ്ങനെ പകുതിയൊന്നും ഓതും. ഓക്കെ. അപ്പൊ എന്തായാലും രണ്ടു കൂട്ടരോടും പറയും, ഇതാ കഴിഞ്ഞിട്ടോ നിങ്ങളെ കഥ, മരണം ഇല്ല, മരണം ഇതാ നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് അർത്ഥത്, ഇനി മരണം ഇല്ല ഇവിടെ. സ്വർഗക്കാരോടും പറയും മരണമില്ല, നരകക്കാരോടും പറയും മരണമില്ല. അതാണ് ലാ യമൂത്തു ഫിഹാ വലാ യഹ്യ, ജീവിക്കൂല മരിക്കൂല. നരകക്കാരോടാണ് പറഞ്ഞത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി. ഏതറിയോ? ഇപ്പൊ പറഞ്ഞാൽ മതി. വഅൻദിർഹും യൗമൽ ഹസ്ര ഇത് ഖുളിയൽ അംറു വഹും ഫീ ഗഫലത്തിൻ എന്ന ആയത്ത് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് മറിയമിലെ ഈ ആയത്ത് ഓതാണ് ചെയ്ത്. വഅൻദിർഹും യൗമൽ ഹസ്ര, അവർക്ക് നീ മുന്നറിയിപ്പ് നൽകുക. യൗമൽ ഹസ്ര, നഷ്ടത്തിന്റെ ദിവസം. ഇത് ഖുളിയൽ അംറു, കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദിവസം. വഹും ഫീ ഗഫലത്തിൻ, അവർ അശ്രദ്ധയിലാണ്. വഹും ലാ യുമിനൂൻ, അവർ വിശ്വാസികളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്താണ് ഓതി കൊടുത്ത് ഈ സംഭവം പറഞ്ഞിട്ട്. വഅൻദിർഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകുക. അൻദറ യുൻദിറു, മുൻദിർ, മുൻദിർ കേട്ടില്ലേ? മുൻദിർ, ഇൻദാർ, ബഷീറൻ വനദീർ എന്നൊക്കെ പറഞ്ഞ അതാണ്. വഅൻദിർഹും, പ്രവാചകരെ നിങ്ങൾ അവർക്ക് താക്കീത് നൽകുക. യൗമൽ ഹസ്ര, നഷ്ടത്തിന്റെ ദിവസം. നഷ്ടത്തിന്റെ ദിവസത്തെ പറ്റി മുന്നറിയിപ്പ് നൽകുക. ഇത് ഖുളിയൽ അംറു, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ദിവസം. ഖുളിയ, ഖളാ യഖ്ളി, ഖുളിയ തീരുമാനിക്കപ്പെടുക, അൽ അംറു കാര്യം. വഹും ഫീ ഗഫലത്തിൻ, അവർ അശ്രദ്ധയിലാണ്. വഹും ലാ യുമിനൂൻ, അവർ വിശ്വസിച്ചിട്ടില്ല. ദുനിയാവിൽ അവർ ജീവിക്കുമ്പോൾ അശ്രദ്ധയിൽ പോയ ആൾക്കാരാണ്. അവർക്ക് വിശ്വസിക്കാൻ സമയം കിട്ടിയില്ല, അവർക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല, അവർക്ക് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതൊക്കെ അങ്ങനത്തെ ആളുകളൊക്കെ പരലോകത്ത് വരുമ്പോൾ അവർക്കത് തീരാ നഷ്ടത്തിലായിരിക്കും. അവിടെ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. സ്വർഗത്തിലുള്ള ആൾക്കാരെ സ്വർഗത്തുക്കും നരകത്തേക്കുള്ള ആളുകളെ നരകത്തുക്കും ആക്കിയതിനു ശേഷം ഇനി മരണമില്ല, ഇനി സ്വർഗത്തിലുള്ള ആൾക്കാർ സ്വർഗത്തിൽ, നരകത്തിലുള്ള ആൾക്കാർ നരകത്തിൽ. ഓലോട് പറയും നിങ്ങൾ സ്ഥിരാണെന്ന് പറയും. എന്നാൽ സ്വർഗത്തിലുള്ള ആളുകൾ ഒരിക്കലും പുറത്താക്കപ്പെടൂല. സ്വർഗത്തിൽ ഒരാൾ കയറി കിട്ടിയ പിന്നെ അയാൾ പുറത്തു പോകണ പ്രശ്നമില്ല എന്തായാലും. എന്നാൽ നരകത്തിൽ നിന്ന് കുറച്ച് ആളുകളെ പിന്നെ പുറത്തേക്ക് എടുക്കും. ആരറിയോ? ഒരു കൂട്ടർ സ്ഥിരം അവിടെ തന്നെ. ശിർക്ക് ചെയ്യാത്ത ആൾക്കാർ, ശിർക്ക് ചെയ്യാത്ത ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്ത ആൾക്കാര് അവരുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, അവരെ തെറ്റുകൾ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്ത് പോകാൻ നേരിട്ട് തന്നെ. പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് മാത്രം ശിക്ഷ അവർ നരകത്ത് കിടന്ന് അനുഭവിക്കും. പക്ഷെ അവർ മരിക്കൂല. ലാ യമൂത്തു ഫിഹാ വലാ യഹ്യ, അവർ ജീവിക്കൂല മരിക്കൂല. രണ്ടിനും അള്ളാഹു വിടൂല. സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല, നാം മരിക്കൂല. അങ്ങനെയാണ് നരകത്തിൽ അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ നരകത്തിൽ കുറെ കാലം കഴിച്ചു കൂട്ടി അവസാനം അവരെ തെറ്റിന് മാത്രം അവർ ശിക്ഷ അനുഭവിച്ചു എന്ന് കഴിഞ്ഞാൽ അവർ അതിൽ നിന്നെടുത്തിട്ട് സ്വർഗത്ത് പോകും. അതിനൊരു കണ്ടീഷൻ, വിശ്വാസത്തിൽ ശിർക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഷിർക്ക് വന്ന ആളുകൾ നേരത്തെ നമ്മൾ ആയത്ത് പറഞ്ഞു, ഹറം അലൈഹിൽ ജന്ന എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് കറക്റ്റ് നമ്മൾ മനസ്സിലാക്കുക. ഹറം അലൈഹിൽ ജന്ന, സ്വർഗം അവർക്ക് നിഷിദ്ധാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അള്ളാഹുൽ ആരെങ്കിലും ഷിർക്ക് വെച്ചാൽ ഒരു കാലത്തും അയാൾ സ്വർഗത്ത് പോകില്ല. ഒരു കാലത്തും. ഷിർക്കില്ല, അയാളെ വിശ്വാസമൊക്കെ വളരെ ക്ലിയർ ആണ്, ഈമാൻ ക്ലിയർ ആണ്, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച ആളാണ്, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്ത ആളാണ്. അതിന്റെ കൂടെ കുറെ തെറ്റുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. അത് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഡയറക്റ്റ് സ്വർഗത്ത് പോവാ. പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ അതിന് മാത്രം ശിക്ഷ അയാൾ അനുഭവിക്കും. അനുഭവിച്ചതിന് ശേഷം അയാൾക്ക് പിന്നെ സ്വർഗത്ത് പോവാം. എന്നാൽ വിശ്വാസത്തിൽ ശിർക്ക് വന്നു പോയിട്ടുണ്ട്, ഒരുപാട് അമൽ അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക, ഒരുപാട് നല്ല അമൽ അയാൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ വിശ്വാസം പാളിപ്പോയി, വിശ്വാസത്തിൽ ശിർക്ക് കലർന്നുപോയി, ഒരു കാര്യമില്ല. ആ അമലിനൊന്നും ഒരു അണുമണി തൂക്കം പ്രതിഫലം അവിടെ കിട്ടൂല. ആ വ്യത്യാസം. വിശ്വാസം പാളിപ്പോയി, ശിർക്ക് വന്നുപോയി. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുക. അങ്ങനെ ചെയ്യുന്ന ഒരാൾ, വിശ്വാസപരമായി തകർന്നു പോയ ഒരാൾ, അയാൾ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നോമ്പ് എടുത്തിട്ടുണ്ട്, അയാൾ ഹജ്ജിന് പോയിട്ടുണ്ട്, ഒരു കാര്യം അതുകൊണ്ട് കിട്ടൂല. അയാൾ അമലുകൾ ഒന്നും അള്ളാഹു സ്വീകരിക്കൂല എന്നുള്ളതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷിർക്കിന്റെ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. കാരണം ഷിർക്ക് വരും എന്ന് റസൂലിന്റെ താക്കീതാണ്.
നിങ്ങൾ ശ്രദ്ധിക്കണം, ശിർക്ക് വരാൻ ചാൻസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതുണ്ടല്ലോ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ബിംബാരാധന നടത്തുന്നവരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്നാണ്. ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ ഔസാൻ. എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ബിംബാരാധന നടത്തുന്നവരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി. എന്റെ ഉമ്മത്ത് എന്നാ, എന്റെ ഉമ്മത്ത് മുസ്ലിം സൊസൈറ്റിയാണ്. മുസ്ലിം സൊസൈറ്റിയിലെ ഒരു ടീം ബിംബാരാധന നടത്തുന്നവരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി പ്രവചിച്ചതാണ്. മറ്റൊരു പ്രവചനം ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ ദിറാഅൻ ബിദിറാ ഹത്താ ലൗ ദഖലു ജുഹറ ലബ്ബിൽ ലദഖൽതുമുഹു. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ മറ്റു സമുദായങ്ങളെ പിൻപറ്റും. അവരൊരു ഉടുമ്പിന്റെ മാളത്ത് പ്രവേശിച്ചാൽ നിങ്ങൾ ഒരു ഉടുമ്പിന്റെ മാളത്ത് പ്രവേശിച്ചു. അപ്പൊ ചാണിന് ചാണായും അത് അത്ര കറക്റ്റ്. നിങ്ങൾ മറ്റ് വിഭാഗങ്ങളെ പിൻപറ്റുന്നതാണ്. അവര് അവരുടെ ബിംബത്തിന്റെ അടുത്ത് വെച്ചിട്ട് കാര്യങ്ങൾ ആഘോഷങ്ങൾ നടത്തുമ്പോൾ നമ്മളെ ദർഗന്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ പരിപാടി അതേമാതിരി എല്ലാത്തിനും സെയിം, ഒരു വ്യത്യാസമില്ല. ചാണായും മുഴത്തിന് മുഴായിട്ടാണ് നിങ്ങൾ മറ്റു സമുദായങ്ങളെ പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഹദീസ് ഓർമ്മ ഉണ്ടല്ലോ, ജൂതന്മാർ ഇത്ര കക്ഷിയായി, ക്രിസ്ത്യാനികൾ ഇത്രയായി, എന്റെ ഉമ്മത്ത് അതിനേക്കാളും കക്ഷിയായി മാറും, കക്ഷികൾ കൂടും എന്റെ ഉമ്മത്തിൽ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബി ഏതാണ് ഇത് ശരിയായ കക്ഷി? 73 പാർട്ടി എന്റെ ഉമ്മത്താവുന്ന റസൂലുള്ളാഹി പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, ഏതാണ് അതിൽ ശരിയായ കക്ഷി, വിജയിക്കുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞത് മാ അനലൈഹി വസ്ഹാബി എന്നാണ്. ഞാനും എന്റെ സഹാബികളും എങ്ങനെയാണുള്ളത് ആ വിഭാഗമാണ് വിജയിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, വഅൻദിറുഹും യൗമൽ ഹസ്റ, നഷ്ടത്തിന്റെ ദിവസത്തെ പറ്റി നീ അവർക്ക് താക്കീത് നൽകുക. അൻദിറുഹും, അൻദിർ നീ മുന്നറിയിപ്പ് നൽകുക, ഹും അവർക്ക്, യൗമൽ ഹസ്റ, യൗമുൽ ഹസ്റ നഷ്ടത്തിന്റെ ദിവസം. ഇത് ഖുദിയൽ അംറു, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ദിവസം. വഹും ഫീ ഗഫലത്തിൻ, ഗഫലത്ത് റസൂലുള്ളാഹിന്റെ ഒരു പ്രാർത്ഥനയില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഗഫല, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസ്നി വൽ അജ്സി വൽ കസ്ലി വൽ ഗഫലത്തി. റസൂലുള്ളാഹി കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞില്ല, അള്ളാഹിനോട് കാവലിനെ തന്നെ. അല്ലാഹുവേ നീ എന്നെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി ദുഃഖത്തിൽ നിന്ന്, വൽ ഹസ്നി സങ്കടത്തിൽ നിന്ന്, വൽ അജ്സി അശക്തതയിൽ നിന്ന്, കഴിവുകേടിൽ നിന്ന്, വൽ ഗഫലത്തി അശ്രദ്ധയിൽ നിന്ന്. കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹിനോട് കാവലിനെ തേടുന്ന പ്രാർത്ഥന നമ്മൾ മുമ്പ് പഠിപ്പിച്ചാണ്. നമുക്ക് പിന്നെ ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കണമായിട്ടല്ലേ തോന്നുന്നത് അല്ലേ? ഫസ്റ്റ് പറയണമായിട്ടല്ലേ തോന്നുന്നത്? അതാണ്. വഅൻദിർഹും യൗമൽ ഹസ്റ, വഅൻദിർഹും യൗമൽ ഹസ്റ, വഅൻദിർഹും നീ അവർക്ക് മുന്നറിയിപ്പ് നൽകുക, യൗമൽ ഹസ്റ നഷ്ടത്തിന്റെ ദിവസം. ഇത് ഖുദിയൽ അംറു, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. വഹും ഫീ ഗഫലത്തിൻ, അവര് അശ്രദ്ധയിലായിരിക്കും. വഹും ലാ യുമിനൂന, അവർ വിശ്വസിക്കൂല. ഇന്നാ നഹ്നു, തീർച്ചയായും നാം, ഇന്നാ തീർച്ചയായും നാം, നഹ്നു എന്ന് പറഞ്ഞാൽ സെയിം തന്നെ, ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശരിയാണ്. ഇപ്പൊ നീ ഇരിക്കുന്നുള്ളതിന് എന്താ പറയാ അറബിയില്? നീ ഇരിക്കുന്നുള്ളതെന്ന് അറബി പറയാ, ഇരിക്കുക എന്നുള്ള എന്താ അറബി പറയാ? ജലസ. പണ്ട് അറബി ക്ലാസ് പോയതൊക്കെ ഓർമ്മയില്ലേ സ്കൂളില്? എന്താ പറയല്ലോ അവിടെ? ഇജ്ലിസ് അല്ലേ? ഇജ്ലിസ് അൻത എന്ന് പറയും. ഇപ്പൊ നീ ഇജ്ലിസ് പറഞ്ഞാൽ തന്നെ നീ ഇരിക്കുന്ന, അതിന്റെ കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ഇജ്ലിസ് അൻത, നീ ഇരിക്കുന്നു പറയും. അതേപോലെ ഇന്നാ നഹ്നു, നമ്മൾ തന്നെയാണ്. നെരിസുൽ അർള, ഭൂമി അനന്തരം എടുക്കണ ആള്, ഭൂമി അനന്തരം എടുക്കുക. വറാസത്ത് കിട്ടുന്നുണ്ടോ? അനന്തരാവകാശ നിയമമാണ് വറാസത്ത് വരെ. വറാസത്ത് അനന്തരാവകാശം. വറസ ഇരിസു പറഞ്ഞാൽ അനന്തരം എടുക്കാന്ന്, അനന്തരം എടുക്കുക. വാപ്പാന്റെ സ്വത്ത് മക്കൾക്ക് ഇങ്ങനെ ഇതിനാണ് അനന്തരം എടുക്കാന്ന് പറയും. ഇന്നാ നഹ്നു നെരിസുൽ അർള, തീർച്ചയായും നാം തന്നെയാണ് ഭൂമി അനന്തരം എടുക്കുന്നവർ. വമൻ അലൈഹ, അതിന്മേലുള്ളത്, ഭൂമിയും അതിന്മേലുള്ള ഒക്കെ അനന്തരം എടുക്കുന്ന നമ്മളാണ്. വൈലൈനാ യുർജഊൻ, നമ്മളിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുക. എല്ലാവരും അവസാനം നമ്മളെടുത്തേക്കാ വരിക. എങ്ങനെ അവർ പോയാലും, എങ്ങനെ കുതറി ഓടിയാലും. കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഇവിടെ കേട്ടണോ? കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. സൂറത്തുൽ ജുമുഅ. അത് വെള്ളിയാഴ്ച ഓതണ സൂറത്തുൽ ജുമുഅ. അതന്നെ, അത് വെള്ളിയാഴ്ച. നിങ്ങള് കുതറി ഓടുന്ന മരണല്ലേ, അത് നിങ്ങളെ പിടികൂടുന്നതാണ്. കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണ മരണല്ലേ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങൾ എന്തായാലും പിടിക്കും. എന്തായാലും നിങ്ങൾ പിടിക്കും. നിങ്ങൾ കഴിച്ചില്ലാങ്ങില്ല.
എവിടുന്നാണ് മരണം തീരുമാനിച്ചത്? നിങ്ങൾ എത്ര കുതറി ഓടിയിട്ടും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ആ നിമിഷം ആ സെക്കൻഡിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ പിടിക്കുമല്ലോ. അതിന് വേറെ ദുനിയാവിൽ പല കാരണങ്ങൾ നമ്മൾ പറയും, അങ്ങനെയാണ് മറ്റാണ് മറ്റാണ്, ഡോക്ടർ വന്നില്ല, മറ്റേ വന്നില്ല, അല്ലെ അവിടെ ഡോക്ടർ എത്തിയില്ല, അല്ലെ പലതും പറയും നമ്മൾ, അല്ലെ ആരും കണ്ടില്ല, അല്ലെ അരമണിക്കൂർ മുമ്പത്തിന് കഴിച്ചില്ല, ഇങ്ങനൊക്കെ പലതും പറയും. പക്ഷെ ഒരു കാര്യമില്ല, അള്ളാഹു വെച്ച തീരുമാനം അവിടെ തന്നെ കറക്റ്റാണ്. അപ്പോ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു ആണ് നമ്മൾ മരിച്ചതിന് ശേഷം അനന്തരായിട്ട് എടുക്കണമൊക്കെ പഠിച്ചോൻ തന്നെ. ഇന്നാ നഹനു നരിസുലുള്ള ഭൂമിയിലുള്ളതും ഒമൻ അലിഹ അതിന്മേലുള്ളതും ഭൂമിയിലും അതിലുള്ളതും വലിയ തുർജവും നമ്മളെ അടുത്തേക്ക് തന്നെ എല്ലാവരും മടക്കുക. എല്ലാവരും നമ്മളെ അടുത്തേക്ക് മടങ്ങി വരും. അപ്പൊ നമ്മൾ പറഞ്ഞില്ല ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ എല്ലാവരും ഒഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒന്നും സമയമില്ല ആൾക്കാർക്ക്. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഒന്നോതി ഒന്ന് പറയായോ? ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, അവരുടെ ഇടയിൽ കക്ഷികൾ ഭിന്നിച്ചു. അവരുടെ ഇടയിൽ കക്ഷികൾ വിഭിന്ന കക്ഷികൾ ഉണ്ടായി. അവരിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായി. ഫവൈലുൻ ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക് നാശം. മിൻ മശ്ഹദി യൗമിൻ അളീം, ആ ഭയങ്കരമായ ദിവസത്തിന്റെ സാക്ഷ്യത്താൽ അവർക്ക് ഭയങ്കര നാശം. അസ്മിഅ ബിഹിം വഅബ്സിർ, അവർക്ക് എന്തൊരു കേൾവിയും എന്തൊരു കാഴ്ചയായിരിക്കും. യൗമ യൗതൂനന, നമ്മളടുത്ത് വരുന്ന ദിവസം. ലാകിന്ന ളാലിമൂന, പക്ഷേ അക്രമികൾ, അൽ യൗം ഇന്ന്, ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ്. അക്രമികൾ ഇന്ന് വ്യക്തമായ വഴികേടിലാണ്. വഅൻദിറുഹും, അവർക്ക് നീ മുന്നറിയിപ്പ് നൽകുക. യൗമൽ ഹസ്റ, നഷ്ടത്തിന്റെ ദിവസത്തെ പറ്റി നീ അവർക്ക് മുന്നറിയിപ്പ് നൽകുക. ഇത് ഖുളിയൽ അംറു, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ദിവസം. വഹും ഫീ ഗഫലത്തിൻ, അവർ അശ്രദ്ധയിലായിരുന്നു. വഹും ലാ യുമിനൂൻ, അവർ വിശ്വസിക്കുകയുമില്ല. ഇന്നാ നഹ്നു നരിസുൽ അർള, തീർച്ചയായും നാം ആണ് ഭൂമി അനന്തരമെടുക്കുന്നവൻ. വമൻ അലൈഹ, അതിന്മേലുള്ളത്, ഭൂമിയും അതിന്മേലുള്ള സാധനം, മുഴുവൻ സാധനവും അനന്തരായിട്ട് നമ്മൾ എടുക്കുക. വൈലൈനാ യുർജഊൻ, നമ്മളിലേക്ക് തന്നെയാണ് മടക്കപ്പെടുക. ജസ്റ്റ് ഒന്ന് കേട്ടുവെക്കുക. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون إنا نحن نرث الأرض ومن عليها وإلينا يرجعون. നോക്കി നോക്കി. واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا.
വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം. ഇനി ചരിത്രം മാറുകയാണ്. ഈസാ നബിയെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞത്, ഇനി ഇബ്രാഹിം നബിയെ പറ്റിയാണ് പറയുന്നത്. വദ്കുർ, നീ സ്മരിക്കുക, ഓർമ്മിക്കുക, ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിൽ, ഇബ്രാഹിം നബിയെ പറ്റി. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം ഒരു സിദ്ദീഖ്, സത്യസന്ധൻ. അപ്പൊ സാദിഖ് എന്താ? സത്യം പറയുന്നവൻ. സിദ്ദീഖ് പറഞ്ഞാലോ സത്യസന്ധൻ, അതിനല്ല സത്യം പറയുന്ന ആള്. മൂന്നക്ഷരമുള്ള പദങ്ങൾക്ക് അത് ചെയ്യുന്ന ആളെ കിട്ടാൻ ഒന്നാമത്തെ അക്ഷരം അതിന്റെ അലിഫിട്ടാ മതി നിങ്ങളുടെ പണ്ട് പറയുന്നുണ്ട്. ആ ഫായില്. ജലസ, ഇരുന്നു, ഇരിക്കുന്നവൻ. ജാലിസ് അല്ലേ? അതേപോലെ സ്വാദിഖ് എന്ന് പറയുന്നത് അർത്ഥം വരിക സത്യം പറയുന്നു. സിദ്ദീഖ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം വരിക? സത്യവാൻ. മറ്റേ സത്യം പറയുന്ന ആള്. ഭയങ്കര വ്യത്യാസമുള്ള തമ്മില്. മറ്റേ വാനുണ്ട്, മറ്റേ കാറാണ്. എന്താണ് സിദ്ദീഖ് നമ്മള്? അതിന്റെ മുബാലകത്തിന്റെ സിയാന്ന് പറയാം. മുബാലകത്തിന്റെ സിയ ഒന്ന് കേട്ട് മനസ്സിലാക്കിച്ചോളി. എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം പറയാൻ വേണ്ടിയിട്ടാണ്. വളരെ കൂടുതലായിട്ട് ചെയ്യണത്, വളരെ കൂടുതലായിട്ട് ചെയ്യും. ഞാൻ മുമ്പ് പറയുന്നുണ്ട് 2-3 ടൈപ്പ്. ഫഈല്, ഫഊല്, ഫആലൊക്കെ പറയുന്നുണ്ട്. ഫആല്, അക്കാല്, തിന്നണാക്ക് ആക്കില് എന്നാ പറയാ. അക്കല തിന്നു, ആക്കില് തിന്നുന്നവൻ. അക്കാല് പറഞ്ഞ എന്താ? ഫആല് വസന എന്താ? മൂക്കര തിന്നുന്ന ആള്. എന്താ ശാപ്പാട്ടിരാമനോ എന്താ പറയാ? ഭയങ്കര തിന്നണാക്കാണെ അക്കാല് പറയാ. ലഹാക്ക്, ലഹിക്ക ചിരിച്ചു, ലാഹിക്ക് ചിരിക്കുന്നവൻ, ലഹാക്ക് ഭയങ്കര ചിരിക്കുന്ന ആള്, ലഹാക്ക്. ഫആല് വസനാണ്. അതേപോലുള്ള ഒരു വസനാണ് ഇത്. മുബാലഗത്തിന്റെ അസേന. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ കൂടുതലായി വാക്കിലും പ്രവർത്തനത്തിലും ഒക്കെ സത്യം പറയുന്ന, കണിശായിട്ട് നിൽക്കണാക്കാണ് സിദ്ദീഖ് എന്ന് പറയാം. മറ്റേ സാദിഖാണ് സാധാരണ സത്യം പറയുന്ന ആള്. ചിലപ്പോ തെറ്റൊക്കെ പറഞ്ഞു പോവാ. പക്ഷെ സിദ്ദീഖ് അങ്ങനല്ല. സിദ്ദീഖ് അതിൽ ഏറ്റവും കൂടുതൽ അതിന് ക്ലൈമാക്സിൽ നിൽക്കുന്ന ആളാണ് സിദ്ദീഖ്. അപ്പൊ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തിയത് സിദ്ദീഖ് ആയിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തില് പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തി അല്ലേ? ഫഅതമ്മഹുന്ന, അദ്ദേഹം കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഫുള്ള് കംപ്ലീറ്റ് ആക്കി. എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്ന മുഴുവൻ അതില് അദ്ദേഹം പതറാതെ നിന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് അദ്ദേഹത്തെ പറ്റി ഉമ്മത്ത് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഒരാളല്ല, ഒരു പ്രസ്ഥാനാണ് ഇബ്രാഹിം നബി എന്നാ. ഇബ്രാഹിം നബിന്റെ മില്ലത്തിലാണ് മുഹമ്മദ് നബി എന്നാ പറയാ. ഇബ്രാഹിം നബി എപ്പോഴും പറയുമ്പോൾ ഇബ്രാഹിം നബിക്ക് രക്ഷ കിട്ടിയതുപോലെ അല്ലെ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. അപ്പൊ ഇബ്രാഹിം നബിനെ ആണ് ഒരു അമീറായിട്ട്, ഖലീലുല്ലാ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പ്രവാചകനാര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പൊ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാ രംഗത്തും ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. സത്യസന്ധത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഓരോ സമയത്തുള്ള പരീക്ഷണത്തിൽ അദ്ദേഹം പതറാതെ പോയി. ഓരോ സമയത്തും നമുക്കറിയാം കുറെ പരീക്ഷണങ്ങളുണ്ട്. ഏത് പറയാൻ കഴിയോ? തീയിലിട്ട് പിന്നെ അല്ല എപ്പോഴും കിട്ടുന്നതന്നെ. വേറെ ഏതുണ്ടോ? പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പരീക്ഷണം എന്താ പറയുന്നത്? സ്വന്തം പുരക്കാര് നമ്മളെ ആദർശത്തിന് എതിരായി കയറാൻ ഭയങ്കര പരീക്ഷണം. അതാണ് ഇബ്രാഹിം നബിക്ക് ഉണ്ടായ ഒന്നാമത്തെ പരീക്ഷണം. അതാ. നിങ്ങൾക്ക് പല ആൾക്കാർക്കും നാട്ടുപൊമ്മകൾ കണ്ടില്ലേ? പെരക്കാരൊക്കെ കൂടെ അന്ന് പറഞ്ഞ പരിപാടിയോ ഷിർക്കിന്റെയും കുഫറിനൊക്കെ പരിപാടിയോ. അപ്പൊ നമ്മളെന്താ ചെയ്യുക? ഇടങ്ങാറാവുന്നു. പോകാനും പറ്റില്ല, പോകാതെക്കാൻ പറ്റില്ല. കുടുംബം ഒന്ന് പൊട്ടിപ്പോവും, പൊട്ടാതൊക്കെ ചെയ്യുക. കൂടെ ഇടങ്ങാറാണ്. കുടുംബക്കാരൊക്കെ കൂടെ ആദർശത്തിനെതിരെ, ദീനെതിരെ ഭയങ്കര പരീക്ഷണം, ഭയങ്കര പരീക്ഷണം. ഇബ്രാഹിം നബി ദഅവത്ത് തുടങ്ങുന്ന തന്നെ ആരോടാ അറിയോ? വാപ്പാനോടാ. അതാണ് പ്രത്യേകത. ഇബ്രാഹിം നബിയുടെ ദഅവത്ത് തന്നെ വാപ്പാനോടാ, സ്വന്തം വാപ്പാൻ. അപ്പൊ വാപ്പക്ക് അതിന് മറുപടി ഇറങ്ങാൻ കഴിയില്ല. നമ്മൾ താഴെ വരുന്ന ആയത്തുകൾ നോക്കി അങ്ങ് കാണാം. പിന്നെ അദ്ദേഹം സ്വന്തം നാട്ടുകാരെടുത്തുനിന്ന് ഒരു പരിപാടിക്ക് മൂപ്പരെ വിളിച്ചപ്പോ വന്നില്ല. ഇവിടെ പറയണ്ട ഇതിന്റെ സംഗതികൾ. അവിടെ ഒരു പരീക്ഷണം. പിന്നെ ബിംബങ്ങളെ ഇതിന്റെ എതിരിൽ സംസാരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ തീയിടാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനുശേഷം ഭാര്യനെയും മകനെയും കൂടെ ഉണ്ടാക്കിയ സ്ഥലം, അത് വേറെ പരീക്ഷണം അല്ലേ? പിന്നെ കുട്ടി അത്യാവശ്യം വലിപ്പം എത്തി, അറക്കാൻ സ്വന്തം ജീവിതത്തിൽ ഒരു ഏറ്റവും വയസ്സാകുമ്പോഴെ കുട്ടി ഉണ്ടായത്. എന്നിട്ട് പിന്നെ അതിനെ അറക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്. എല്ലായിടത്തുള്ള പരീക്ഷണത്തിലും അദ്ദേഹം ഫഅതമ്മഹുന്ന എന്നാണ്. വൈദ ഇബ്തലാ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. അപ്പൊ അള്ളാഹു കുറെ കലിമത്തുകളെ കൊണ്ട് അള്ളാഹു ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചു. അദ്ദേഹം അതിൽ എല്ലാത്തും വിജയിച്ചു. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകത.
അപ്പൊ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. ഇനി ആ ചരിത്രം എങ്ങനെ പറയും, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, വളരെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം എന്ന് പറയും. ആ കിതാബില്, വേദഗ്രന്ഥത്തിൽ ഖുർആനിൽ ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞത് നീ ഒന്ന് ഓർമ്മിക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു പ്രവാചകനായിരുന്നു. ഇത് ഖാല ലി അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. ഇത് ഖാല ലി അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. ഇത് സന്ദർഭം. യാ അബത്തി, ആ സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണ്. യാ ബുനയ്യ എന്ന് തിരിച്ചു വിളിക്കും. എന്റെ മോനെ എന്ന് വിളിക്കുന്നതിന് പകരം യാ ബുനയ്യ എന്ന് വിളിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്നുവെച്ചാല് പാപ്പാനെ വിളിക്കുമ്പോ യാ അബത്തി, എന്റെ പൊന്നുപ്പ. ലിമ തഅബുദു, എന്തിനാ നിങ്ങൾ ആരാധിക്കണത്? മാലാ യസ്മഉ, കേൾക്കാത്ത, വലാ യുബ്സിറു, കാണാത്ത, വലാ യുഗ്നിയാൻ കശിയ, ഒരു ഉപകാരം ചെയ്യാത്ത, കേൾക്കാത്ത, കാണാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഇതിനെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? വാപ്പ ഒരു ബിംബാരാധകൻ മാത്രമായിരുന്നില്ല, ബിംബത്തെ വിൽപ്പന നടത്തുന്ന ആളും കൂടെ ആയിരുന്നു. അതാണ് പ്രത്യേകത, അതിന്റെ മെയിൻ ആളായിരുന്നു. സാധാ ഒരു ബിംബാരാധകൻ ഒരു മുശ്രിക്കല്ല, പിന്നെ അതിനെ പ്രൊജക്ട് ചെയ്യുന്ന ആളും കൂടെ ആയിരുന്നു. അപ്പൊ വേറെ ഡബിൾ നഷ്ടം ഉണ്ടായില്ല അല്ലെ? മൂപ്പരെ ബിസിനസ്സിനും ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ വാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആരാധിക്കുന്നത്? എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത്? കേൾക്കാത്ത, കാണാത്ത, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത ഒരു വസ്തുവിനെ എന്തിന് നിങ്ങൾ ആരാധിക്കുന്നു? യാ അബത്തി ഇന്നീക്കത് ജാഅനി മിനൽ ഇൽമ, എനിക്ക് വിവരം വന്ന് കിട്ടിയിട്ടുണ്ട്. ജാഅനി, എനിക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. അൽ ഇൽമ, വിജ്ഞാനം, വിവരം. മാലം യഅ്തിക, നിങ്ങൾക്ക് എത്താത്തത്, നിങ്ങൾക്ക് കിട്ടാത്ത വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനൊരു നബിയാണ്, നിങ്ങൾ നബിയല്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടാത്ത കുറെ വിവരം എനിക്ക് തന്നിട്ടുണ്ട്. ഫത്തബിഅനി, അതുകൊണ്ട് എന്നെ നിങ്ങൾ പിൻപറ്റിക്കോ. വാപ്പാനോട് പറഞ്ഞ മോന്, നിങ്ങൾക്ക് ഇല്ലാത്ത വിവരം കുറച്ച് എനിക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുക. അഹ്ദിക്ക, നിങ്ങൾക്ക് കാണിച്ചു തരാം. സിറാത്തൻ സവിയ, ശരിയായ വഴി ഏതാണെന്നുള്ളത്. സിറാത്ത് മുസ്തഖീം, നേരായ വഴി. സിറാത്തുൻ സവിയ എന്ന് പറഞ്ഞാൽ ഏതാണ് അർത്ഥം? സവിയ പറഞ്ഞാൽ ശരിയായ സവി, അതിന്റെ വേർഡ് മീനിങ് ശരിയായ എന്നാണ്. ശരിയായ വഴി ഏതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാത്ത കുറെ പേരെ എനിക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരുക. നിങ്ങൾക്ക് ഞാൻ ശരിയായ വഴി കാണിച്ചു തരാം. ഒന്നോതി യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി. യാ അബത്തി, എന്റെ പൊന്നുപ്പ. ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി, എനിക്ക് വിജ്ഞാനത്തിൽ നിന്ന് വന്നു കിട്ടിയിട്ടുണ്ട്. മാലം യഅ്തിക, നിങ്ങൾക്ക് കിട്ടാത്തത്. ഫത്തബിഅനി, ഇത്തബ എന്നുള്ളതാണ് വേർഡ്. ഇത്തിബാ അറിയില്ലേ? ഇത്തിബാ, റസൂലിനെ ഇത്തിബാ ചെയ്യുക, റസൂലിനെ പിൻപറ്റുക. ഇത്തബാ എത്തബയോ, ഇത്തിബാ പറഞ്ഞ പിൻപറ്റി എന്നാണ്. ഫത്തബിഅനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അതിന്റെ കൽപ്പനക്രിയാണ്. അംറുഫയിൽ എന്ന് അതിന് പറയാം. അഹ്ദിക, നിങ്ങൾക്ക് ഞാൻ വഴി കാണിച്ചു തരാം. സിറാത്തൻ സവിയ, ശരിയായ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ മതി എന്നാണ് ഉപ്പാനോട് പറയുന്നത്. അതിൽ വേറെ കുറച്ച് ആയത്തുകൾ ശ്രദ്ധിക്കുക. സൂറത്ത് അംബിയായിലെ ആയത്താണ്. വലഖദ് ആതൈന ഇബ്രാഹിമ റുഷ്ദഹു മിൻ ഖബൽ വകുന്ന ബിഹി ആലിമീൻ. ഇബ്രാഹിം നബിക്ക് നേരത്തെ തന്നെ അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുത്തിരുന്നു. ഇത് ഖാല ലി അബിഹി വഖൗമിഹി മാ ഹാദിഹി തമാസിൽ ലത്തി അൻതും ലഹാ ആകിഫൂൻ. നിങ്ങൾ ഈ എഴുത്തിക്കാഫിരിക്കണ ഈ ദൈവങ്ങൾ, ഈ രൂപങ്ങൾ, തമാസിൽ എന്ന് പറഞ്ഞാൽ രൂപങ്ങളാണ്, എന്ന് പറഞ്ഞാൽ ബിംബങ്ങളാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഈ ഭജനം ഇരിക്കുന്ന ബിംബങ്ങള് എന്താണ് ഇതുകൊണ്ടുള്ള ഉപകാരം, എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് വിചാരിക്കണത് എന്ന് ചോദിക്കുകയാണ്. കാലു വജദന ആബാന അലൈഹി ആബിദീൻ. അപ്പൊ അവരെ മറുപടി, ഞങ്ങളെ വാപ്പപ്പാരൊക്കെ ഇതിനെ ആരാധിച്ചതായിട്ട് ഞങ്ങൾ കണ്ടു. ഇതാണ് ഒരു മറുപടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞപ്പോൾ ഇതന്നെ മറുപടി. അതിന്റെ യുക്തിയല്ല ഒരു പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആരാധിക്കുന്നത്? അള്ളാഹു അല്ലാത്ത ഈ ദൈവങ്ങളെ, ഈ ബിംബങ്ങളെ എന്തിനു നിങ്ങൾ ആരാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോ ഇവരെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ വാപ്പപ്പാർ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതാണ് ഒരു മറുപടി. മക്കയിലെ മുശ്രിക്കുകളോടും ചോദിച്ചു ഇതേ ചോദ്യം. നബി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദൈവങ്ങളെ, മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കണത്? അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് മറ്റവരോട് എന്തിനാ പ്രാർത്ഥന വെച്ചപ്പോൾ അവരെ മറുപടി, 3 മറുപടി പറഞ്ഞാൽ ഒരു മറുപടി വജദന അലൈഹി ആബാഅന കദാലിക യഫ്അലു എന്നാണ്. ഞങ്ങൾ വാപ്പപ്പാരൊക്കെ അങ്ങനെ കണ്ടത്. അപ്പൊ ഖുർആൻ അവരോട് ചോദിച്ചു, വാപ്പപ്പാരിൽ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അവർ ഹിദായത്ത് ലഭിക്കാത്തവരും അവർ കാര്യം മനസ്സിലാക്കാത്തവരും ആണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവലൗകാന ആബാഉക്കും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഒരു ബുദ്ധി ഇല്ലാത്ത ആൾക്കാരും ഒരു ഹിദായത്ത് ലഭിക്കാത്ത ആളുകളും ആണെങ്കിലോ നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതിനൊരിക്കലും മറുപടി അറിയാൻ പറ്റില്ല. പപ്പാരെ കൂട്ടത്തിൽ പേച്ചുപോയ ആൾക്കാരുണ്ടാവില്ലേ? പപ്പാരെ കൂട്ടത്തിൽ പേച്ച ഒരാള് പപ്പന്റെ കൂട്ടത്തിൽ ഒരാൾ കള്ളുടിക്കണ്ടിരിക്കുക, എന്നിട്ട് പേരെ കുട്ടി കള്ളുടിച്ചിട്ട് എന്താ പറയാ?
കള്ളുടിക്കാൻ വരുമ്പോ എന്താ പറയാ? വജത്തിനാല് ഈ ആബാന, എന്റെ പപ്പൊക്കെ കള്ളുടിച്ചിട്ടുണ്ടോ, ഞാൻ കള്ളുടിക്കാണ്. വേറെ ഒരു പപ്പ കൊലപാതകം നടത്തിയിട്ട് നിൽക്കുക, പേരക്കുട്ടി കൊലപാതകം നടത്തിയതിനു ശേഷം പറയാം എന്റെ പപ്പ ആൾക്കാരെ കൊന്ന ആളാ, പിന്നെ എന്താ എനിക്കൊല്ലുടേന്ന് ചോദിച്ചാൽ ആ ന്യായത്തിന് ഒരു മറുപടി പറയില്ല. ഇവര് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ ന്യായതാണ്, ഞങ്ങൾ വാപ്പാപ്പാര അങ്ങനെ കണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തെ പറഞ്ഞ ഹാവുലായി ഷുഫാവുനായിന്തല്ലാ, ഇവര് പരലോകത്തെ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകളെ രണ്ടാമത്തെ മറുപടി. എന്തിനാണ് നിങ്ങൾ ഇവരെ ആരാധിക്കണമെന്ന് ചോദിച്ചപ്പോൾ മറുപടി, ഇവര് പരലോകത്ത് വന്നിട്ട് ഹാവുലായി ഷുഫാവുനായിന്തല്ലാ, ഇവര് പരലോകത്ത് വന്നിട്ട് നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നുണ്ട്. രണ്ടാമത്തെ മറുപടി. മൂന്നാമത്തെ മറുപടി ഇല്ലാലി യുഖരിബുനായി സുൽഫ, ഞങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഞങ്ങളെ ഇടയിൽ നിർത്തുന്നതാണ്. ഇല്ലാലി യുഖരിബുനായി സുൽഫ, ഞങ്ങൾ പാപ്പികളാണ്, ഞങ്ങൾ പാപം ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾ നേരിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഇപ്പൊ ഉത്തരം കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ ഞങ്ങളെ ഇടയിൽ അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ, ശുഹദാക്കന്മാരെയൊക്കെ നിർത്തുക. ഈ തമാസിൽ ഈ ബിംബങ്ങൾ എന്ന് പറഞ്ഞത് നല്ല ആളുകളുടെ പ്രതിപുരുഷന്മാരാ, ഓല രൂപത്തിൽ ഉണ്ടാക്കിയതാണ്. ലാത്ത ഉസ്സ മനാത്ത കുറെ നല്ല ആൾക്കാർ. അപ്പൊ അവരെ കോലത്തിൽ ഉണ്ടാക്കിയ ബിംബങ്ങളാണ്. ഇവര് ആരെ പ്രതിദാനം ചെയ്യുന്നത്? ഇതിന്റെ ഒറിജിനൽ ആളെയാണ്. ഇവര് പരലോകത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും, ഇവരെ ഞങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കും ഈ ആൾക്കാർ എന്നാണ് ഇവര് വാദിച്ച വാദം. അത് തന്നെയാണ് ഇവരും പറയുന്ന മറുപടി. ചോദിച്ചു, ഇബ്രാഹിം നബി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ ബിംബങ്ങളെ മുന്നിൽ ഇരുന്നിട്ട് ആരാധിക്കണത്, പ്രാർത്ഥിക്കണത്? അപ്പൊ അതിന് മറുപടി പറഞ്ഞത് വജദന ആബാനലഹ ആബിദീൻ, അവര് ഞങ്ങളെ പാപ്പമാര്, ഞങ്ങളെ പിതാക്കന്മാര്, പിതാമഹന്മാര് അതിന് ഇബാദത്ത് ചെയ്യുന്ന ഞങ്ങൾ കൊണ്ടുവന്നാണ്. കല ഇതേ ചോദ്യം തന്നെ ഇബ്രാഹിം നബി ചോദിക്കുന്നത്, ലഖദ് കുൻതും അൻതും ആബാവുക്കും ഫി ളലാലിൻ മുബീൻ, നിങ്ങളും നിങ്ങളെ വാപ്പാരും പെച്ച വഴിയിലാണെന്നാണ് മറുപടി പറഞ്ഞത്. നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ വാപ്പാരും പെച്ചുണ്ട്, നിങ്ങളും നിങ്ങളെ പിതാക്കളും പിഴച്ച വഴി തന്നെയാണ് എന്ന് കൃത്യമായിട്ട് ഇബ്രാഹിം നബിയുടെ ദൈവത്ത് നോക്കിയാൽ കാണാം. കുറച്ചുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്, എന്നൊക്കെ പറയുന്നുണ്ട് വേറെ ഇതിൽ, അങ്കബുത്തിന്റെ തുടക്കത്തിലാണ്. നിങ്ങളും നമ്മളെ ഇടയിൽ ആദർശപരമായ ശത്രുത ഉണ്ട്, നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണവരെ, നമ്മൾ രണ്ട് തന്നെയാണ്. അതേ ആശയം തന്നെയാണ് സൂറത്തുൽ കാഫിറിൽ പറഞ്ഞത്. സൂറത്തുൽ കാഫിർ എപ്പോഴാണ് ഇറങ്ങിയത്? സൂറത്തുൽ കാഫിറിന് എപ്പോഴാണ് ഇറങ്ങിയത് അറിയാം? അതിന് സബബുൻ നുസൂൽ അറിയാം. എപ്പോഴാ? ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ മതി. ഇവര് ആദ്യം റസൂലുള്ളാഹിനെ ഭീഷണിപ്പെടുത്തി നോക്കി, കുറെ കാലം ഭീഷണിപ്പെടുത്തി, നബി ഇനി വഴങ്ങിയില്ല. അപ്പോഴെ നബി പറഞ്ഞു, എന്റെ വലത് കയ്യിൽ സൂര്യൻ, ഇടത് കൈ ചന്ദ്രൻ തന്നാലും ഞാൻ ഇന്ന് പിന്മാറില്ല എന്നൊക്കെ പറഞ്ഞ ആശയം ഉണ്ടല്ലോ. ചെറിയ ചരിത്രപരമായ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും നബി കണിശായിട്ട് പറഞ്ഞു, ഇതിന് ഞാൻ പിന്മാറില്ല. രണ്ടാമത് ഒരു വേറൊരു ശൈലി ഉപയോഗിച്ചു, സമന്വയത്തിന്റെ ശൈലി. എന്താ? മുഹമ്മദെ, നീ ആരാധിക്കുന്ന ദൈവത്തെ ഞങ്ങളും ആരാധിക്കുക, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ നീ ഒന്ന് ആരാധിക്കുക. ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ട് ഉണ്ട്. പിന്നെ വെറുതെ കച്ചറ ഉണ്ടാക്കണം. നമ്മൾ ഒരേ നാട്ടുകാരും കുടുംബക്കാരൊക്കെ അല്ലേ, നമ്മളെന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ ആരാധിക്കുന്ന പഠിച്ചോ, ഞങ്ങൾ കുറച്ചൊക്കെ ആരാധിക്കുക, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ നീ കുറച്ചൊക്കെ ആരാധിക്കുക. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തും. അപ്പൊ നമുക്ക് ഒരു കച്ചറില്ലാതെ മുന്നോട്ട് പോകാന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് കാഫ്രൂൻ ഇറങ്ങിയത്. കുല്യായിൽ കാഫ്രൂൻ, അവിശ്വാസികളെ, ലാഅബുദു മാ തഅബുദൂൻ. എന്നിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞത് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളെ ദീന്, വലിയ ദീൻ, എനിക്കെന്റെ ദീൻ. അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. മനസ്സിലായോ? ആദർശപരമായ വിഷയത്തിൽ നമ്മൾ പറയണ്ടല്ലോ, മതസൗഹാർദ്ദം, മതത്തിന്റെ അങ്ങനെ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയണ്ടല്ലോ, അതൊക്കെ നല്ല തന്നെയാണ്. മതസൗഹാർദ്ദം മറ്റു മതസ്ഥരായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കലും വളരെ സ്നേഹത്തിലും ഐക്യത്തിലും നിൽക്കേണ്ടതുണ്ട്. മക്കളെ ഒന്ന് കുറച്ചൊന്ന് ചങ്ങലക്കിടി. ഇത് അപ്പോ പിന്നെ മതസൗഹാർദ്ദം വളരെ ആവശ്യമാണ്. മതസൗഹാർദ്ദത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കണം. നമ്മൾ തന്നെ മുന്നിൽ നിൽക്കേണ്ടത്, മുസ്ലിങ്ങൾ തന്നെയാണ് മതസൗഹാർദ്ദത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടത്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ആദർശം വലിയഴിക്കാൻ പാടില്ല. അവിടെ വിഷയം. ആദർശം വലിയഴിച്ചുകൊണ്ടുള്ള ഒരു മതസൗഹാർദ്ദം ഇസ്ലാം അംഗീകരിക്കണില്ല. ആശയം വലിയഴിച്ചുകൊണ്ടുള്ള ഒരു മതസൗഹാർദ്ദം ഇസ്ലാം അംഗീകരിക്കണില്ല. നമുക്ക് മാനുഷികമായ ബന്ധത്തിന്റെ പേരിൽ വളരെ സ്നേഹത്തിൽ ജീവിക്കേണ്ടതുണ്ട്, വളരെ ഐക്യത്തിൽ ജീവിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല എന്നായി പറയുന്നത്. അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. എന്നാൽ ബാക്കിയുള്ള മാനുഷികമായ എല്ലാ വിഷയവും നമുക്ക്, ഒരു അയൽവക്കത്തുള്ള ഒരു മുസ്ലിം അയാൾ അസുഖമായി കിടക്കുമ്പോൾ ബ്ലഡ് കൊടുക്കുന്നത്, നമുക്ക് ബ്ലഡ് കൊടുക്കാൻ നമ്മളാണ് ഓടിപ്പോണ്ടത്. ആദ്യത്തിൽ അവർ പട്ടിണി കിടക്കുമ്പോൾ നമ്മളാണ് ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ടത്. അവർ രോഗിയായാലും മരുന്ന് വാങ്ങി കൊടുക്കാൻ നമ്മളാണ് ഓടേണ്ടത്. അതിലൊക്കെ മാനുഷികമായ വിഷയമുണ്ട്. മാതാപിതാക്കളുടെ വിഷയത്തിൽ പോലും ഇസ്ലാം പറഞ്ഞ എന്താ? വലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ എന്നാണ്. അല്ലേ? ഉമ്മു സലമയുടെ മാതാവ് മുശ്രിക്കത്തായിരുന്നു. അവര് റസൂലുള്ളാഹിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, എന്റെ ഉമ്മ മുശ്രിക്കത്താണ് നബിയെ, അവരെന്നോട് വളരെ സ്നേഹബന്ധം തുടരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരെന്നോട് അത് ആവശ്യപ്പെടുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത് സുലി ഉമ്മുക്കി എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞ മറുപടി. സുലി ഉമ്മുക്കി, നിന്റെ ഉമ്മയായിട്ട് നല്ല ബന്ധത്തിൽ കഴിയണം എന്നാ. അവിടെ ആദർശം നോക്കേണ്ടതില്ല.
ഉമ്മ എന്നുള്ള നിലക്ക്, അമ്മ എന്നുള്ള നിലക്ക് ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവരെ ആ ബന്ധം കാത്തു സൂക്ഷിക്കണം, അവരെ സഹായിക്കണം, അവരെ സ്നേഹിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ അവർ നിന്നോട് ശിർക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ഫലാത്തു തഅഹുമ, അവിടെ അനുസരിക്കേണ്ടതില്ല. വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിന്റെ വിഷയത്തിൽ വളരെ മാന്യമായിട്ട് നീ പെരുമാറണം അവരോട്. കണ്ടോ ആ പോളിസി? ഇസ്ലാമിന്റെ പോളിസിയാ പറഞ്ഞത്. ഇസ്ലാമിന്റെ പോളിസിയാണ് അത്. ഇസ്ലാമിലെ ഏറ്റവും ബാധ്യത ആരോടാ? ഒരാൾക്ക് മാതാപിതാക്കളോട്. അതിലേറ്റവും ബാധ്യത ഉമ്മാനോടാ, അല്ലേ? അവരായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണ് നീ കഴിയേണ്ടത്. എന്നാൽ അവര് നിന്നോട് ശിർക്ക് ചെയ്യാൻ വേണ്ടി പറയും. നാട്ടിൽ ചെന്നപ്പോ ഉമ്മ പറഞ്ഞു നമുക്കൊന്ന് നാഗൂര് പോകണം, ഞാൻ നേർച്ചയാക്കിയതാ മുമ്പ്, നാഗൂര് പോകാൻ, അല്ലെ അജ്മീർ പോകാൻ നേർച്ചയാക്കിയതാ. പോകാൻ പറ്റുമോ? പോകാൻ പറ്റൂല. കാരണം ലോകത്ത് 3 പള്ളിക്ക് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ലോകത്ത് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് 3 പള്ളിക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, ബൈത്തുൽ മുഖദ്ദസ്. 3 പള്ളിയല്ലാതെ വേറെ ലോകത്തുള്ള പള്ളിയൊക്കെ ഈക്വലാ. അപ്പൊ അജ്മീർ പോയി അവിടെ പോയിട്ട് അവിടെ ജാറം സന്ദർശിക്കാനും അല്ലെ അവിടെ ഉള്ളവരോട് ദുആ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരാൾ വിളിച്ചാൽ, അല്ലെങ്കിൽ വാപ്പ വിളിച്ചു അല്ലെങ്കിൽ ഉമ്മ വിളിച്ചു, അതിന് പോകേണ്ട ആവശ്യമില്ല, പോകാൻ പാടില്ല. കാരണം ശിർക്കിലേക്കുള്ള വഴിയാണ്. അവിടെയാണ് വലാ തുതഅഹുമാ, നീ അവരെ അനുസരിക്കരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നാൽ ബാക്കി എല്ലാ വിഷയത്തിലും അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. മാതാപിതാക്കൾ ഏത് മതമാണെന്ന് നോക്കണ്ട, അയൽവാസി ഏത് മതമാണെന്ന് നോക്കണ്ട. അവരുടെ ഏറ്റവും കൂടുതൽ സൗഹാർദ്ദത്തിൽ നമ്മൾ കഴിയേണ്ടത്. നമ്മളാണ് സൗഹാർദ്ദത്തിന്റെ ആളുകൾ ആവേണ്ടത്. പക്ഷെ ആദർശം വലിയഴിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം. ഓക്കെ, ഒന്ന് ഓതി. പിന്നെ ഇബ്രാഹിം നബിയുടെ മറ്റൊരു ദഅവത്തിന്റെ രൂപമാണ് ഫലമ്മ ജന്ന അലൈഹില്ലൈലു, രാത്രി ഇരുട്ടിയപ്പോ നക്ഷത്രങ്ങളെ കണ്ടു. ജസ്റ്റ് ഒന്ന് ഓതിക്കിയാൽ മതി. കലഹാദ റബ്ബി. അപ്പോ ഇവര് നക്ഷത്രങ്ങൾ ആരാധിക്കുന്ന ആളുകൾ കൂടെ, ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള ആളുകൾ നക്ഷത്രങ്ങൾ ആരാധിക്കുന്ന ആളുകൾ കൂടെ. ഇപ്പൊ രാത്രി ആയിട്ട് ഇവര് ഇബ്രാഹിം നബി എല്ലാവരും കൂടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ രാത്രി ഇങ്ങനെ ഇരുട്ടി വന്ന് നക്ഷത്രങ്ങൾ ഉച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ്. കുറച്ച് കഴിഞ്ഞ് അസ്തമിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ഈ അസ്തമിക്കണേനൊന്നും മറിഞ്ഞു പോണേനൊന്നും ദൈവാക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ബുദ്ധിപരമായ ദഅവത്തിന്റെ രൂപമാണ്. ഫലമ്മ റഹൽ കമറ, പിന്നെ ചന്ദ്രനെ കണ്ടു വാസിഖൻ, ഉദിച്ചതായിട്ട്. കാല ഹാദാ റബ്ബി കാല ഫലമ്മ അഫല കാല ലൈൻ ലം യഹ്ദീനി റബ്ബി ലഅകുന്ന മിനൽ ഖൗമിൽ ളാലിൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് കുറച്ചും കൂടെ ഉഷാറ് തെളിഞ്ഞിക്കണത്, ഇതാണ് എന്റെ റബ്ബ്. പിന്നെ അത് അസ്തമിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഈ അസ്തമിക്കണമെന്ന് റബ്ബ്, മറിഞ്ഞു പോണത് റബ്ബാക്കാൻ, നമ്മളെക്കാട് മുന്നേ മറിഞ്ഞു പോണത് റബ്ബാക്കാൻ പറ്റുമോ? റബ്ബ് പറഞ്ഞ ആരാ? നമ്മളെ കാര്യം നോക്കാനുള്ളതല്ലേ. അപ്പൊ ഇന്നൊന്നും നിൽക്കണ്ടേ, ക്ലിയർ ആയി നിൽക്കണ്ടേ? നമ്മളെ മുമ്പ് മറിഞ്ഞു പോണ ഒരാള് അദ്ദേഹം ബുദ്ധിപരമായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഫലമാ റാഷംസ്, നേരം വെളുത്തപ്പോ സൂര്യൻ ഉച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് അക്ബർ, എന്റെനാടൊക്കെ വലിപ്പം അതാണ് നിങ്ങള്. ഫലമ്മ അഫലത്ത് കാലയാക്കോ മിനി ബരിമിമാശ്രിക്കും. അദ്ദേഹം പറഞ്ഞു മറിഞ്ഞു പോയപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് ഒന്നും പഠിച്ചാനാക്കാൻ പറ്റില്ല, ദൈവാക്കാൻ പറ്റില്ല, മറിഞ്ഞു പോണൊന്നും ദൈവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ശിർക്ക് ഞാൻ അള്ളാഹുവിനോട് കാവലിന് തേടാണ്. എന്നിട്ട് പിന്നെ ഇനി വജ്ജഹത്തു വജ്ഹിയല്ലദീ ഫതറസ്സമാവാതി വൽഅർള്, ഞാനല്ലോ ആകാശഭൂമിയിലെ സൃഷ്ടിച്ച റബ്ബിനെ ഞാൻ റബ്ബാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഹനീഫൻ മുസ്ലിമൻ ഒമാനമില്ല മുശ്രിക്കീൻ. അദ്ദേഹത്തിന്റെ ഒരു ദഅവത്തിന്റെ രൂപമാണ്. ചിന്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയാണ് അങ്ങനെ മറിഞ്ഞു പോണ അസ്തമിച്ച് നമ്മളെക്കാളും മുമ്പ് മറിഞ്ഞു പോണത് ദൈവാക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് മറ്റേ സംഭവമാണ്. അദ്ദേഹം ഒരു ആഘോഷ പരിപാടി ഉണ്ടായപ്പോ വിളിച്ചില്ലേ അദ്ദേഹത്തെ? ഒരു ആഘോഷം ആ നാട്ടിലുണ്ടായപ്പോ എല്ലാരും വിളിച്ചു, എല്ലാരും അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്നീസക്ക് എനിക്ക് സുഖമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അവര് പോയപ്പോ അദ്ദേഹം പതുക്കെ അവരുടെ ആരാധനാലയത്തിൽ കയറി അങ്ങനെ അദ്ദേഹം എല്ലാത്തിനും മറിച്ചിട്ട് വലിയതിന്റെ മുകളിൽ ഇങ്ങനെ മഴ വെച്ചു. അപ്പൊ പിന്നെ വന്ന് നോക്കിയപ്പോ അതൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർ പറഞ്ഞു നമ്മൾ സമീന ഫത്തൻ യുക്കാലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പേരുള്ള ഒരു യുവാവിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. മൂപ്പർ ഇതിന്റെ ഒക്കെ ഒരു വിമർശകനാണ്, മൂപ്പരാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മൂപ്പരെ വിളിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ഇത് ചെയ്തത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നോട് ചോദിക്കണം എന്തിനാ, മൂപ്പരല്ല നിങ്ങളെ തൊണ്ടി അടക്കല്ലേ അത് തെളിവാതാ വെച്ചിട്ടല്ല, മൂപ്പര് വലിയ ആളല്ല അടക്കണം, മൂപ്പരോട് ചോദിച്ചു നോക്കി. അപ്പൊ ഒരു തിരിച്ചു ഇബ്രാഹിമെ നിനക്കറിയില്ല അവർ സംസാരിക്കൂല. അപ്പൊ സംസാരിച്ചു നോക്കിയാൽ അപ്പൊ അതുകൊണ്ട് ഫനുക്കിസു അല റൂസി എന്ന് പറഞ്ഞിട്ട്
അവരൊക്കെ തല താഴ്ത്തി. എന്താ താഴ്ത്തങ്ങാനോ? നിങ്ങൾ വലിയ ആളോട് ചോദിച്ചു നോക്കി, മൂപ്പര് പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞപ്പോ എല്ലാവരും തല താഴ്ത്തി. എന്താ താഴ്ത്തങ്ങാനോ? ഓൽക്കറിയാതെ സംസാരിക്കില്ല എന്നുള്ളത്. അതന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം. ആ ബുദ്ധിപരമായ ഒരു ദൈവത്താണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ അവസാനം പിന്നെ തീയിലിടാൻ വേണ്ടി തീരുമാനിക്കണം. അതാണ് പിന്നെ ബാക്കി വിശദീകരിക്കുന്നത്. ഇതാണ് ഇബ്രാഹിം, ഇബ്രാഹിമെ നീയാണോ അത് ചെയ്തത്? അപ്പൊ അദ്ദേഹം ബൽ ഫാലഹു കബീർ, അല്ല വലിയ ആളാവും ചെയ്തത്. മൂപ്പരോട് ചോദിച്ചു നോക്കി. അങ്ങനെയാണ് അതിന്റെ സംഭവം ബാക്കി വിശദീകരിക്കുന്നത്. സൂറത്ത് അംബിയ ആണ് കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ള ആൾക്കാരെ നോക്കുക. സൂറത്ത് സോഫാത്ത്, സൂറത്ത് അംബിയ, അതിലൊക്കെ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇത് ബക്കറ. അദ്ദേഹത്തിന്റെ മറ്റൊരു ദേവത്താണ് നമ്രൂദായിട്ടുള്ള ദേവത്ത്. അറിയാലോ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ നമ്രൂദ് വിളിച്ചു വരുത്തി സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, പിന്നെ എന്റെ റബ്ബാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം രണ്ടാളെ വിളിച്ച്, രാജാവ് രണ്ടാൾക്കാരെ വിളിച്ചു. അവര് ജയിലിൽ കിടന്ന ആൾക്കാരൊന്നും അവരെ അങ്ങനെ കൊല്ലാൻ വേണ്ടി വിരിച്ചാന്നൊക്കെ അവരൊക്കെ പല ചരിത്രവും ഉണ്ട്. എന്തായാലും രണ്ടാൾക്കാരെ വിളിച്ചു വരുത്തി. അതിൽ ഒരാളെ അദ്ദേഹം കൊന്നു. എന്നിട്ട് മറ്റുള്ള പറഞ്ഞു പോയി ജീവിക്കുക. എന്നിട്ട് അദ്ദേഹം ഇബ്രാഹിം നബിയോട് മറുപടി അറിഞ്ഞു, ഞാൻ ഒരാളെ കൊന്നു, ഒരാളെ ജീവിക്കാൻ വിട്ടു. അപ്പൊ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുന്ന അറിയുന്നത്. അപ്പൊ ഇമാതിരി ആൾക്കാരോട് അയിമ തർക്കിച്ചിട്ട് കാര്യമില്ല. ആ പറഞ്ഞ തർക്കിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇബ്രാഹിം നബി അടുത്ത ചോദ്യം ചോദിച്ചോളൂ, എന്റെ റബ്ബ് സൂര്യനെ കിഴക്കുന്ന് ഉദിപ്പിക്കുന്നു, നീയാണ് റബ്ബെങ്കിൽ നാളെ പടിഞ്ഞാറുന്ന് ഉദിപ്പിക്കുന്നു. അല്ലേ? രണ്ടാമത് ചോദ്യം അതാണ് ഈ പറഞ്ഞത്. സൂറത്ത് ബഖറയിലായത്ത് അലം തറയിലല്ലദീ ഹാജ ഇബ്രാഹിം ഫീ റബ്ബിഹി അൻ അതാഹു അല്ലാഹുൽ മുൽക ഇത് ഖാല ഇബ്രാഹിം റബ്ബില്ലദീ യുഹ്യി വയുമീത് ഖാല അന ഉഹ്യി വയുമീത് ഖാല ഇബ്രാഹിം ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി സൂര്യനെ കിഴക്കുന്ന് ഉദിപ്പിക്കുന്നു ഫഅതി ബിഹാ മിനൽ മഗ്രിബ് നീ പടിഞ്ഞാറുന്ന് ഉദിപ്പിക്ക് ഫബുഹിത്തല്ലദീ കഫറ അവിശ്വാസി ഉത്തരം മുട്ടിപ്പോയി എന്നാണ് ഇതിന് മറുപടി പറഞ്ഞത്. ആ പറഞ്ഞപ്പോൾ മുമ്പർക്ക് ഒരു മറുപടിയും പറയണ്ടായില്ല. നമ്രൂദ് അവിടെ മുട്ടുമടക്കാണ് ചെയ്തതെന്നാണ് വിശദീകരിച്ചത്. ഇബ്രാഹിം നബിയുടെ ദൈവത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഈ പറഞ്ഞത്. ആ നക്ഷത്രങ്ങൾ നോക്കിയതും അതുപോലെ തന്നെ ആ ബിംബത്തിനെ ഇതാക്കിയിട്ട് പറഞ്ഞതും അതുപോലെ തന്നെ നമ്രൂദിന്റെ മുന്നിൽ സംസാരിച്ചതൊക്കെ അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ വിവിധ ശൈലികളാണ്. ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, പുണ്യം എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാണ്. അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, പുണ്യം എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാണ്. വൽ ഇസ്മു മാ ഹാക ഫി നഫ്സിക്, പാപം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കണം. പാപം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരു ചൊറിച്ചിലുണ്ടാവും. പുണ്യം എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. വകരിഹിത്താൻ എത്തലിയ അലഹിന്നാസു, ജനങ്ങൾ എത്തി നോക്കുന്നു നിനക്ക് നീ വെറുക്കണുണ്ട്, ജനങ്ങൾ കാണുന്നതിനെ പറ്റി നിനക്ക് വെറുപ്പുണ്ട്, മനസ്സിലൊരു ചൊറിച്ചിലുണ്ട്. അതാണ് എന്ത്? തെറ്റ്. ഓരോ തെറ്റിനും റസൂലിനോട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, ഇസ്തഫ്തി കൽബക്, നിന്റെ കൽബിനോട് ചോദിക്കൂ ഫത്വ, നിന്റെ മനസ്സിനോട് ചോദിക്കുക. എല്ലാത്തിനും ഉസ്താദിന്റെ വേക്ക് പോണ്ട, നിന്റെ മനസ്സിനോട് ചോദിക്കും നീ ഫത്വ. ശരിയാണെങ്കിൽ നിന്റെ മനസ്സ് പറയാ ശരിയാണ്, അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയും. ഈ സ്ത്രീധനം വാങ്ങുന്ന ആൾക്കാർ തലേത്ത ആഴ്ച നിക്കാഹ് വെക്കണെന്തിനാ? സ്ത്രീധനം വാങ്ങുന്ന ആൾക്കാർ തലേ ആഴ്ച നിക്കാഹ് വെക്കണെന്തിനാ? എന്തിനാ? കല്യാണപ്പേരെന്ന് സ്ത്രീധനം വാങ്ങാൻ കുറച്ച് പ്രയാസമാണ്. ഈ സാധാരണ അമ്മമാരൊക്കെ ഇത് എണ്ണി കണക്കാണ്. അപ്പൊ പള്ളിന്റെ ചെരുവ് പോകുകയാണെങ്കിൽ സൗകര്യം, പള്ളിയിൽ നിന്ന് നിക്കാഹ് കഴിച്ച് പിന്നെ അതിന്റെ ചെരുവ് പോയി പൈസ കണക്കൂട്ടി വാങ്ങാനൊക്കെ കുറച്ചുകൂടി സൗകര്യം. പണ്ട് കാലത്തെ കഥ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊക്കെ ലേറ്റസ്റ്റ് മാറി, ഇപ്പൊക്കെ പിന്നെ GPay മറ്റേ വേ ഒക്കെ അല്ലേ, അപ്പൊ കൊടുക്കാനൊക്കെ സൗകര്യമുണ്ട്. അതല്ല പണ്ടത്തെ പഴയ കാലത്തുള്ള കഥ ഞാൻ പറഞ്ഞു. ഇപ്പൊ നാട്ടിൽ പെണ്ണുങ്ങളെ കിട്ടാൻ ഞാൻ മാറി, ഇപ്പൊ അങ്ങനെ മാറി. ഇപ്പൊ സ്ത്രീ തന്നെ ഇപ്പൊ ഒന്നും വേണ്ട, പെണ്ണ് നോക്കി പെണ്ണിനെ കിട്ടില്ല എന്നാണ് ഇപ്പൊ നാട്ടിലെ അവസ്ഥ. കാലം മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ശരി, പിന്നെ ശരിയായ സംഗതി എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. എന്നാൽ മറ്റത് മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാവും. ഈ ചൊറിച്ചിലുള്ളതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഈ സ്ത്രീധന ആള് കാണാതെ ആളെ അറിയാതൊക്കെ വാങ്ങുന്നത്. ഓൻ തന്നെ അറിയാതെ ഒരു സുഖമില്ലാത്ത പരിപാടിയാണ് തോന്നുന്നുണ്ടാണ് വാങ്ങുന്നത്. അതേപോലെ എല്ലാ സംഗതിയും അന്നാസ്, ജനങ്ങൾ കാണുന്നതിന് ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് റസൂൽ ഒരു പൊതു തത്വം വിശദീകരിച്ചത്. പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ 2 പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ, ആരെ മക്കളാ? നമ്മള് ആ പട്ടാള വാച്ചിലൊന്ന് നിർത്താൻ പറയും. ഇടക്കൊന്ന് നോക്കിയാൽ മതി. ഇപ്പൊ മക്കളെ ഓക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിന്റെ 2 പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദുആ ചെയ്തിരുന്നു എന്നാണ്. ഇന്ന അബാക്കുമ, നബി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ 2 പേരുടെയും പിതാവ് കാന യുഅവിദു ബിഹിമാ ഇസ്മായിൽ വ ഇസ്ഹാഖ്, ഇസ്ഹാഖ് ഇങ്ങോട്ടായി പോയിട്ടുണ്ട് കേട്ടോ.
ഇസ്മായിലിനും ഇസ്ഹാക്കിനും വേണ്ടിയിട്ട് ഇബ്രാഹിം നബിന്റെ 2 മക്കളാണ്. ഇബ്രാഹിം നബിന്റെ 2 മക്കള്. ആരിലുള്ള 2 മക്കള്? ഇബ്രാഹിം ഉമ്മന്റെ പേരെന്താ? അതെല്ലാവർക്കും അറിയാം. ഹാജറ അവിടുന്ന് ഓടിയതും പാഞ്ഞൊക്കെ. പിന്നെ എന്റേതോ ഇസ്ഹാക്ക് സാറയിലുണ്ടായതാണ്. സാറ. ആ 2 മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വാപ്പ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിനെ പറ്റി അറിയാം, ഇബ്രാഹിം നബിനെ പറ്റി അറിയാം. നിങ്ങളെ 2 പേരുടെയും വാപ്പ അവരുടെ 2 മക്കള് ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും വേണ്ടിയിട്ട് ദുആ ചെയ്തിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹസൻ ഹുസൈന് വേണ്ടിയിട്ട് ആര് പ്രാർത്ഥിക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണം. വല്യപ്പ പ്രാർത്ഥിക്കണം, പപ്പ പ്രാർത്ഥിക്കണം. അഊദു ബികലിമാത്തില്ലാഹി താമ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. ഇതിന്റെ പ്രാർത്ഥന അവിടുന്നാണ് പ്രാർത്ഥന വരുന്നത് കേട്ടോ. അഊദു ബികലിമാത്തില്ലാഹി താമ, പരിപൂർണമായ അള്ളാഹുവിന്റെ വചനങ്ങളെ കൊണ്ട് ഞാൻ നിന്നോട് കാവലിന് തേടുന്നു. അഊദു ബികലിമാത്തില്ലാഹി താമ, പരിപൂർണമായ അള്ളാഹുവിന്റെ വചനങ്ങളെ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു. അഊദു, ഞാൻ രക്ഷ ചോദിക്കുന്നു. ബികലിമാത്തില്ലാഹി താമ. അപ്പൊ നമ്മളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മളെ പേരക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മക്കൾക്കൊക്കെ വേണ്ടിയിരുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അഊദു ബികലിമാത്തില്ലാഹി താമ വമിൻ കുല്ലി ശൈത്താനിൻ, എല്ലാ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും, വഹാമ, വിഷജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കണം. വമിൻ കുല്ലി ഐനിൻ ലാമ, എല്ലാ പ്രതിഷേധമായ കണ്ണിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ ചോദിക്കാണ്. ഈ കാര്യത്തിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് ഞാൻ കാവലിന് തേടുകയാണ്. ഹസൻ ഹുസൈനോട് ഹുസൈൻ വെച്ചിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക. ഒന്ന് പറയും. അഊദു ബികലിമാത്തില്ലാഹി താമ വമിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. എന്ന് പറയും. കുറച്ചിങ്ങനെ ചെറിയ മാറ്റം വന്നിട്ടുണ്ടായില്ലേ? അഊദു ബികലിമാത്തില്ലാഹി താമ, താമത്ത് പറഞ്ഞാൽ പരിപൂർണമായ, വമിൻ കുല്ലി ശൈത്താനിൻ വഹാമ, എല്ലാ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും വിഷജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വമിൻ കുല്ലി ഐനിൻ ലാമ, എല്ലാ കണ്ണിന്റെ പ്രയാസത്തിൽ നിന്നും, കണ്ണേറനെ ഉദ്ദേശിച്ചത്, കണ്ണേറിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. ക്ലിയർ അല്ലേ? പറയും. ഓക്കെ. അപ്പൊ നന്നായിട്ട് പിന്നെ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പഠിക്കുക, ആയത്തുകൾ റിപ്പീറ്റ് ചെയ്ത് ഓടി വെക്കുക, ആശയങ്ങളൊക്കെ മനസ്സിലാക്കുക ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താനൊക്കെ പ്രയാസമുണ്ടോ? ക്ലാസ്സിന് വരാൻ പ്രയാസമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ